പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ മനോഹരമായ സായാഹ്നത്തിൽ കർത്താവെ, അവിടുത്തെ വചനത്തോടു കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിലായിരിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കർത്താവെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ ആത്മീയ സത്യങ്ങൾ ഞാൻ ഗ്രഹിച്ചറിയുവാൻ, ഞങ്ങൾ സ്ഥിരമായി വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും അവിടുത്തെ രാജ്യത്തെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടുപോകുവാൻ, ആത്മീയ സത്യങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസത്താൽ ഗ്രഹിച്ചറിയുവാൻ കർത്താവ് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരുമിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വീണ്ടും കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ലക്ഷ്യം ലാക്കാക്കി, ആ കർത്താവ് നിത്യത ലാക്കാക്കി, ആ വരുവാനുള്ള ലോകത്തെ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ, ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടണമെന്ന് ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് വരാം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ന്യൂ ബർത്തിനെ കുറിച്ചാണല്ലേ. ദൈവരാജ്യത്തിനകത്ത് പുതിയ സൃഷ്ടികൾക്ക് മാത്രമേ വരാൻ കഴിയുള്ളൂ. നമ്മൾ ആരാ അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചു. 10-18 ക്ലാസ് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം പഠിച്ചു. കഴിഞ്ഞ 3 ആഴ്ചകളായി നമ്മൾ ഈ ന്യൂ ബർത്ത്, ദൈവരാജ്യം ആർക്കുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ചിന്താവിഷയം. എങ്ങനെയാണ് ദൈവരാജ്യം, എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ, ദൈവരാജ്യം എങ്ങനെയാണ് അവകാശമാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, പണ്ട് നമ്മളിവിടെ ചർച്ചിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യം മാത്രമാണ് അല്ലേ. കർത്താവിൻ്റെ പ്രസംഗമൊക്കെ ഒറ്റ ടോപ്പിക് കർത്താവ് ഈ 3.5 വർഷക്കാലം പ്രസംഗിച്ചുള്ളൂ. ഒറ്റ വിഷയം, ഒറ്റ പ്രസംഗം, ദൈവരാജ്യം മാത്രമാണ്. ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ ആ ദൈവരാജ്യം പ്രസംഗിച്ചു. ആ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള വഴി യേശുക്രിസ്തുവാണെന്ന്, ആ ക്രൂശ് മരണമാണെന്ന് അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിച്ചു. അതുകൊണ്ട് നമുക്കും അത് വേറെ മാർഗ്ഗം, വേറൊരു ഉപദേശം നമുക്കില്ല. ആ ദൈവരാജ്യം കർത്താവ് നമുക്ക് തരാമെന്ന് പറഞ്ഞതും അത് കണ്ട്, അത് അറിഞ്ഞ്, അത് അവകാശമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും ജയിക്കുന്നവന് മാത്രമേ ദൈവരാജ്യം കിട്ടുകയുള്ളെന്നൊക്കെ നമ്മൾ അല്പമായിട്ട് അവിടെ ഇടയ്ക്കായിട്ട് നമ്മൾ ചിന്തിച്ചായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ദൈവരാജ്യം അവകാശമാക്കണമെന്നുള്ളത് ആഗ്രഹിക്കുക. വീണ്ടും ജനിച്ചത് കൊണ്ടോ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ സഭയിൽ വരുന്നത് കൊണ്ടോ നമുക്ക് നിത്യതയിൽ പോകണമെന്നില്ല. നരകത്തിൽ പോകാൻ കഴിയും നമുക്കല്ലേ. എല്ലാവരും എന്നോടുണ്ടല്ലേ? നരകത്തിൽ നമുക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ഇതെങ്ങനെയാണ് കർത്താവിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ സുവിശേഷം ശക്തമായി നമ്മുടെ ഹൃദയത്തിൽ വന്നില്ല എങ്കിൽ ഒരുപാട് ജനങ്ങളുടെ നാശത്തിലേക്കുള്ള വഴിയിൽ നമ്മളും ആയിത്തീരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ പുതിയ വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ അല്പമായി ചിന്തിച്ചു. അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കും. നമ്മൾ കണ്ടു, രണ്ട് ജനനം നമുക്ക് ഈ ഭൂമിയിലുണ്ട്. ഒന്ന്, നമ്മൾ എല്ലാവരും ഫിസിക്കൽ ബർത്ത്, ശാരീരികമായി നമ്മൾ ജനിച്ചവരാ. എന്നാൽ മറ്റൊരു കൂട്ടർ ഈ ലോകത്തിലുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ മുമ്പ് വരെ ഈ ലോകത്തിൽ 2 ജാതികളാണ് ഉണ്ടായത്. ഒന്ന് യഹൂദന്മാർ, 2 ജാതികൾ, ക്രിസ്തുവിനെ അറിയാത്ത അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ജാതികൾ. ഇന്ന് 3 ജനതകൾ അല്ലെങ്കിൽ 3 ജാതികളാണ് ഇന്ന് ലോകത്തിലുള്ളത്. ജാതി എന്ന് പറയാൻ അറിയാൻ പാടില്ല, എനിക്ക് അറിയത്തില്ല. എന്നാലും 3 കൂട്ടരാണ് ഈ ലോകത്തിലുള്ളത്. ഒന്ന് പഴയ യഹൂദന്മാർ തന്നെ, 2 സകല ദൈവത്തെ അറിയാത്ത രക്ഷിക്കപ്പെടാത്തവർ, 3 ഇവർ 2ൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സഭ. അപ്പം അതുകൊണ്ട് ആ സഭ എന്ന് പറയുന്ന രണ്ടാമത്തെ, അതിനകത്താണ് സ്പിരിച്വൽ ബർത്ത് സംഭവിക്കുന്നത് അല്ലേ. ആത്മീയ ജനനം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ ബർത്ത്, പുതിയ ജനനം. നമ്മൾ പല ഭാഷയുണ്ട്, രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക അല്ലേ എന്നൊക്കെ പറയുന്ന പല വാക്കുകളുണ്ട് നമുക്കത്. എന്തുവാണെങ്കിലും 2 ജനനം സംഭവിച്ചവരാ ഈ ഇരിക്കുന്ന എല്ലാവരും. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഓർത്താൽ മതി, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ കർത്താവിനെ ജസ്റ്റ് കണ്ടത് മാത്രമാണ് നിൽക്കുന്നത് എന്ന് മാത്രം വിചാരിക്കുക. ഒന്ന്, നമ്മൾ ഭൂമിയിൽ ഫിസിക്കൽ ബർത്ത് ജനിച്ചതുപോലെ തന്നെ നമ്മൾ എവിടെയാ വീണ്ടും ജനിച്ചത്? സ്പിരിച്വൽ ബർത്ത് എവിടെയാണ് സംഭവിച്ചത്? രക്ഷിക്കപ്പെട്ടത് എവിടെയാ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചത് നമ്മൾ എവിടെയാ? അവിടെ നോക്കിയാൽ മതി. ദൈവരാജ്യം മറന്നു പോകരുത്. ആ വാക്ക് ഇപ്പോഴും നമ്മൾ അകത്ത് കയറണ, ഈ യഥാർത്ഥ സുവിശേഷം അകത്ത് കയറിയ മതിയാകൂ. ദൈവരാജ്യം എന്ന വാക്ക് അകത്ത് കയറിയില്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. യേശുവിന്റെ സുവിശേഷം, ബൈബിൾ ഒന്നുപോലെ നമുക്ക് മനസ്സിലാകത്തില്ല. ഇല്ലെങ്കിൽ കാറ് കിട്ടും, വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം, നമ്മൾ ഭൂമിയിൽ ജനിച്ചത് ഈ ഭൂമിയിലാണ് നമ്മുടെ ഫിസിക്കൽ ബർത്ത് വന്നത്. രണ്ടാമത്, നമ്മൾ വീണ്ടും ജനിച്ചു ദൈവരാജ്യത്തിനകത്താണ്.
അത് ദൈവം ഇവിടെ നരേന്ദ്രമോദി സർക്കാർ രാജാവായിരിക്കുന്ന, മന്ത്രിയായിരിക്കുന്ന ഈ ഭൂമിക്കകത്ത് നമ്മുടെ ഫിസിക്കൽ മാൻ അല്ലേ, നമ്മുടെ ജഡമനുഷ്യൻ ജനിച്ചു. എന്നാൽ ദൈവരാജ്യത്തിനകത്ത് ദൈവം രാജാവായിരിക്കുന്ന, ഏക രാജാവ് മാത്രമായിരിക്കുന്ന, ദൈവം ഭരിക്കുന്ന ആ രാജ്യത്തിനകത്ത് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ബർത്ത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. അവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്, അല്ലാതെ മറ്റവനല്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. മറന്നുപോകരുത്. ഇത് നമ്മൾ എത്ര പറഞ്ഞാൽ ഇത് ദൈവരാജ്യത്തിലുള്ളതല്ല, ഇത് മണ്ണാങ്കട്ടിയ മണ്ണിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഈ അകത്തെ മനുഷ്യനെയാണ് ഫോക്കസ് ചെയ്ത് ഒരു വിശ്വാസി പോകേണ്ടത്. സഭകളപ്പം എന്താ പഠിപ്പിക്കേണ്ടത്? നമ്മൾ എന്താ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ടത്? മറ്റുള്ളവർ നമ്മൾ എന്ത് പറഞ്ഞാൽ എക്യുപ്പ് ചെയ്യേണ്ടത്? സൗഖ്യം കിട്ടുമെന്നല്ല പറയുന്നത്. എന്താ പറയണത്? ദൈവരാജ്യത്തെക്കുറിച്ച്. ആ ദൈവരാജ്യത്തിനകത്ത് നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച ഒരു പുതുമനുഷ്യനുണ്ട്. അവനെ കാണിച്ചു കൊടുത്ത് അവനെ നിത്യത്തിലാക്കി അവനെ പിതാവിനെ നോക്കി ഓടുവാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. പുതിയ ദൈവത്തെ അറിയാത്ത വിശ്വാസികളെ നമ്മൾ എന്താ പറയുക, അവരെ ഒരുപക്ഷെ വിശ്വസിക്കുവാൻ നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ടി വന്നേക്കാം. നമുക്ക് അതെല്ലാം ചെയ്താലും മറ്റൊന്നിനു വേണ്ടിയാ നമ്മളതൊക്കെ ചെയ്തതിനു വേണ്ടിയാ ദൈവരാജ്യത്തിനകത്ത് അവരെ വീണ്ടും ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കണം നമ്മുടേത്. ഇല്ലെങ്കിൽ പാടെ നമ്മൾ ഈ പറഞ്ഞ കോടിക്കണക്കിന് ജനം നമ്മുടെ കൂടെ പിൻഗാമിയായി ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവരാജ്യത്തിനകത്ത് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അതെല്ലാം വേസ്റ്റായി തീരും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വേറെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, എന്താ പറയുക, പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടും എന്തൊക്കെയാ, പിന്നെ പുല്ല്, വൈക്കോൽ, മരം കൊണ്ടും പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല് കൊണ്ടൊക്കെ പണിയും. അവിടെ ചെല്ലുമ്പോൾ തീ വന്ന് ശോധന ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ പണിതത്, ആ പണി വെന്തു പോകും. പുല്ല്, വൈക്കോൽ, മരമാണെങ്കിൽ തീ വന്ന് ശോധന ചെയ്യുമ്പോൾ അതെല്ലാം വെന്ത് നഷ്ടപ്പെട്ടു പോകും. എത്ര കോടികൾ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം തീ വന്ന് ശോധന ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വിലയേറിയ കല്ല്, വെള്ളി, സ്വർണ്ണം എന്നൊക്കെ പറ, തീ വരുമ്പോൾ മാറ്റു കൂടത്തേ ഉള്ളൂ, ശോഭ കൂടത്തേ ഉള്ളൂ. അതായിരിക്കണം നമ്മുടെ മിനിസ്ട്രി. അത് മാത്രമായിരിക്കണം നമ്മുടെ മിനിസ്ട്രി. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അതിൽ ഫോക്കസ് ചെയ്ത് പോയാൽ നമ്മൾ അവിടെ കാണും, നമ്മുടെ പുറകെ വരുന്നവരും നമ്മൾ കാണിച്ചവരും അവിടെ കാണും. ഇല്ലെങ്കിൽ എല്ലാം വേസ്റ്റ്, ഈ ആയുസ് മുഴുവനും വേസ്റ്റ് ആയിത്തീരും നമുക്ക്. അതുകൊണ്ട് മറന്നു പോകരുത്. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. പറ്റുമെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ എന്താ പറയുക, സ്ക്രീൻ ചെയ്താൽ ഫ്രെയിം ചെയ്ത് വീട്ടിലേക്ക് വെച്ചാൽ വല്ലപ്പോഴും നോക്കിയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. തമാശയിൽ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ പോയാൽ ഈ പടങ്ങളൊക്കെ, ഇന്നലെ ഞങ്ങൾ ചെന്നൈയിലായിരുന്നു, അവിടുത്തെ ക്ലാസ്സൊക്കെ 2 ദിവസം ക്ലാസ്സൊക്കെ അവിടെ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുക്കാൻ പോവുക ഞങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാവും കൂടുതൽ. അത്രക്കധികം നമ്മുടെ അകത്തേക്ക് ആ വചനം കയറി വീഴും. ഇതുമാകട്ടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോകുന്നു. ഈ ലോകത്ത് ജനിച്ചവർക്കെല്ലാം എന്തൊക്കെയുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. നമ്മൾ അത് വിട്ടുപോകുക. നമ്മൾ പിതാവിൻ്റെ ഇതൊന്നും മറന്നു പോകരുതോ. ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് നമുക്ക് എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെയാണ് അകത്ത് വീണ്ടും ജനിച്ച നമ്മുടെ അകത്തെ മനുഷ്യനുള്ളത്. ഇവിടെ ഭൂമിയിൽ എന്തൊക്കെ അവകാശങ്ങൾ, റൈറ്റ്സും നമ്മുടെ ഭൗമിക പിതാവിന് എന്തൊക്കെ ക്യാരക്ടർ, നേച്ചർ, ബിഹേവിയർ എന്തൊക്കെയുണ്ട് അത് മുഴുവനും എനിക്കുള്ളത് പോലെ, എൻ്റെ ജഡമനുഷ്യനുള്ളത് പോലെ തന്നെ എൻ്റെ അകത്തെ മനുഷ്യനും ആ പിതാവിൻ്റെതായ എല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ വരും ദിവസത്തിൽ പഠിക്കുമ്പോൾ ആഴമായി അത് കാണാം. ഫിസിക്കൽ ബർത്ത് എങ്ങനെയാ സംഭവിക്കണം എന്നൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഞാൻ വിട്ടുപോകുക. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവരാജ്യം 3 വിധത്തിലാണെന്ന് നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ. ദൈവരാജ്യം കാണാൻ കഴിയും. നിക്കോദിമോസിനോട് പറഞ്ഞതുപോലെ ദൈവരാജ്യം കടപ്പാൻ കഴിയും. ദൈവരാജ്യം അവകാശമാക്കാൻ. അല്ലെങ്കിൽ 3 വ്യത്യസ്തമായ നിലകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കും. കാണാൻ കഴിയും, കടക്കാൻ കഴിയും, അവകാശമാക്കണം. ഈ അവകാശമാക്കുക വലിയൊരു കാര്യമായി. ഇൻഹെറിറ്റ് ദ കിങ്ഡം, ദൈവരാജ്യം അവകാശമാക്കുക. അതാ വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. വെളിപ്പാട് 21:6 പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു അല്ലേ, ദാഹിക്കുന്നവൻ നീരുറവിൽ നിന്ന് ഭക്ഷിക്കട്ടെ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുക, ജയിക്കുന്നവൻ ഇത് അവകാശമായി തീരും. അവർ എനിക്ക് മക്കള്, ഞാൻ അവർക്ക് പിതാവുമായി തീരുമെന്ന വലിയ വാക്തത്വം, സ്വർഗീയ വാക്തത്വം, ആത്മീയ വാക്തത്വം നമ്മുടെ മേലുണ്ട്. അതായിരിക്കണം നമ്മുടെ ചിന്തകൾ എപ്പോഴും. ഹല്ലേലൂയ. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിച്ചതാണ്. എന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു പോകുക. ഇസ്രായേൽ മക്കളെ ദൈവം മേഘത്തിലും സമുദ്രത്തിലെ സ്ഥാനപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം കണ്ടത് അല്ലേ. സമുദ്രം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സ്ഥാനം, അത് നമ്മൾ വെള്ളത്തിൽ സ്ഥാനപ്പെട്ടതിന്റെ മുൻകുറിയായിരുന്നു. അവർ മേഘത്തിന് കീഴിൽ സ്ഥാനപ്പെടുത്തി. അവരെ എന്തിനു മുൻകുറിയാ? നമുക്ക് പരിശുദ്ധാത്മ, നമ്മൾ ആത്മീയ സ്നാനം. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ദൈവസഭ ഏറ്റവും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആത്മീയ സ്നാനം, അല്ലെങ്കിൽ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മീയ സ്നാനം അല്ലേ, പരിശുദ്ധാത്മാവുള്ള സ്നാനം. ഇന്ന് സഭക്കകത്ത് കുറവാ, ഇന്ന് കേൾക്കുന്നത് പോലുമില്ല. പണ്ട് ബോംബെ അല്ലേ
അവിടെ നമ്മൾ ഇവിടെ ബോംബെ ആ ദേവദാസൻ മാത്രമാണ് കൂടുതലും ഈ ആത്മീയ സ്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. ബാക്കി അനേക വിശ്വാസന്മാരും ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം എത്രയോ ആൾക്കാർ ആത്മീയ സ്നാനത്തിലേക്ക് നടത്തുക, പക്ഷേ തലമുറയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയൊരു പരിതാപകരമായ കാര്യമാണ്. ആത്മസ്നാനമില്ലാതെ നമ്മൾ മാർമികമായ സഭയുടെ അംഗമാകത്തില്ല. നമ്മളെല്ലാം ലോക്കൽ ചർച്ചിന്റെ അംഗമാണ്, പ്രാദേശികമായ ലോക്കൽ ചർച്ച് അല്ലേ, സ്ഥലം സഭ, അങ്ങനെ പല വാക്കുകളാണ്. സ്ഥലം സഭയുടെ അംഗമാണ് നമ്മൾ. അംഗമായിട്ടിരുന്നത് നമ്മൾ ബാപ്റ്റിസം വെള്ളത്താലുള്ള സ്നാനത്തിൽ മാത്രമാണ്. എന്നാൽ മാർമികമായ സഭയുണ്ട്, ആത്മീയമായ സഭ അല്ലേ. അത് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നവരാണ് ആ മാർമികമായ സഭയിലെ അംഗത്വമുള്ളവർ. എന്നാൽ പോലും താഴെ പോകാനിടയുണ്ട്. ഞാൻ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, എൻ്റെ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. അപ്പോൾ വിട്ടുപോകുന്നു. അതെല്ലാം ടാബർനാക്കിൾ പഠിച്ചാൽ, സമാഗമന കൂടാരത്തെ പഠിച്ചാൽ അതെല്ലാം വ്യത്യസ്തമായ നിലകളാണെന്ന് കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിച്ചു. കാണുക, കടക്കുക, അവകാശമാക്കുക. മിസ്രൈമിലെ, ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് പോകാം. മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചപ്പോൾ, ഒരു കസത്തിൽ ഞാനത് ഇന്നലെ നോട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുക. മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടതാണ്. ഇങ്ങനെ ഉണ്ട് എല്ലാവരും. മിസ്രൈമിലെ 10 ദൈവങ്ങളായിരുന്നു അവിടുത്തെ 10 ദൈവങ്ങൾ. ആ ദൈവങ്ങൾ ഓക്കെ സോറി കൈമുട്ടായിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയത്. ഓക്കെ, മിസ്രൈമിലെ 10 ദൈവങ്ങളാണ് ഈ പേരെന്നൊക്കെ തവള പേരെന്നൊക്കെ പറയുന്നല്ലേ. ആ 10 ദൈവങ്ങളുടെ മേൽ ദൈവം ന്യായവിധി അയച്ചു. ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. ഈ ദൈവങ്ങൾ നിങ്ങൾ 400 വർഷക്കാലം കണ്ട ദൈവങ്ങളാണ്. അവർ ഉത്സവം ആചരിച്ചതാ, അവരുടെ ഉത്സവങ്ങളിൽ നിങ്ങൾ പങ്കുകൊണ്ടവരാ, ശരിയാ. എന്നാൽ ഇതൊന്നും ദൈവങ്ങളല്ല എന്ന് ദൈവം ആദ്യം തെളിയിക്കുകയാണോ ആദ്യം ഉണ്ടായത്? ആണോ? സത്യതല്ലേ? മിസ്രൈമിൽ 400 വർഷം അടിമകളായ ഇസ്രായേൽ മക്കൾ, അവരെ വിടുവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തന്നെയാണ് യഥാർത്ഥ ദൈവമെന്ന് ആദ്യം തെളിയിക്കണമായിരുന്നു ദൈവത്തിന്. എങ്ങനെ തെളിയിച്ചു? എന്നോട് ചേർന്ന് പറ. എങ്ങനെയാ സാക്ഷാൽ ഏക ദൈവം തെളിയിച്ചത്? 10 ബാധകൾ അയച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഫറവോനെ കുറിച്ച് എവിടെയാണ് പഠിച്ചതല്ലേ? ആ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തേക്ക് 10 ബാധകളെ അഴിച്ചു. 10 ബാധകളും അത് മിസ്രൈമിലെ ദൈവങ്ങളായിരുന്നു അല്ലേ. അതുങ്ങൾക്ക് ആ അവർ സേവിച്ച ദൈവം അവസാനം ആ ദൈവങ്ങൾ തന്നെ അവരെ ബുദ്ധിമുട്ടിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു അല്ലേ? ആണോ അല്ലേ? പഠിച്ചു. അവർക്കാർക്കും അവർ സേവിച്ച ദൈവത്തിന് അവരെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. ദേശം മുഴുവനും എന്താ പറയുക, പേനുകളാലും തവളകളാലും ബാധിച്ച് അവർ സേവിച്ച് ആരാധിച്ച് അവർ ഘോഷിച്ച ദൈവത്തിന് അവരെ സഹായിപ്പാൻ കഴിഞ്ഞില്ല എന്ന് 10 പ്രാവശ്യം ദൈവം തെളിയിച്ചു. ആണല്ലോ. അത് മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ കണ്ടതാണ്. ഹല്ലേലൂയ. ഈ കാണുക, കടക്കുക, ദൈവരാജ്യം അവകാശമാക്കുന്ന 3 വ്യത്യസ്തമായ നിലകളും നമുക്ക് പഴയ പഠിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും കൂടി തുരുമായി ആഴമായി പറയണമെന്ന് തോന്നിയിരിക്കുന്നത്. അപ്പോൾ മിസ്രൈമിൽ വെച്ച് ആ 10 ബാധകളുടെ മേൽ ദൈവങ്ങളുടെ മേൽ ന്യായവിധി അടിച്ചിട്ട് ഞാൻ തന്നെയാണ് ഏക സ്വർഗത്തിൽ ദൈവമെന്ന് ദൈവം തെളിയിച്ചിട്ട അവരെ പുറത്തെടുത്തത്. ഹല്ലേലൂയ. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ആ മിസ്രൈമിൽ വെച്ച് അവർ ദൈവത്തിന്റെ ഏക സ്വർഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടവരാണ്. ഹല്ലേലൂയ. കട്ടളപ്പടിയിലും കുറുമ്പടിയിലും രക്തം പുരട്ടിയിട്ട് ദൈവം അവരെ വിടുവിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടവരാണ്. അവരെല്ലാം അവരെ ഭുജത്തിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന്റെ കരുത്ത് അവർ കണ്ടതാണ്. അവരെ സേവിച്ച് അവരായിരുന്ന നാട്ടിൽ ആരാധിച്ച് സേവിച്ച ആ ദൈവങ്ങൾ ദൈവമില്ലെന്ന് തെളിയിച്ചതാണ് അവർ. ഹല്ലേലൂയ. അവർ ദൈവത്തെ കണ്ടവരാണ് അല്ലെ. മുഖാമുഖം എന്ന് വേണമെങ്കിൽ പ്രവൃത്തികൾ, ചെങ്കടലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു എങ്കിൽ പോലും ആ ഫറവോനും സൈന്യങ്ങളും, എന്താ ഫറവോനും സൈന്യങ്ങളും നമുക്ക് നിലയിൽ എന്താ? ഇസ്രായേൽ മക്കൾ രക്തം പുരട്ടി, കട്ടിളപ്പടിയിലും കുറുമ്പടിയിലും രക്തം പുരട്ടി അവർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവർ ചെങ്കടൽ വരെ അവർ വന്നാലും അവർക്ക് പുറകെ ആരുണ്ടായിരുന്നു? ഫറവോൻ സൈന്യവും. ആരാ ഫറവോൻ സൈന്യവും? നമ്മൾ സേവിച്ച് ആരാധിച്ച നമ്മുടെ പിതാക്കന്മാരുടെയും മാതാവിൻ്റെയൊക്കെ പാരമ്പര്യ ശാപങ്ങളൊക്കെ അവിടെ രക്ഷിക്കപ്പെട്ടിട്ടും അവരുടെ പുറകെ ഉണ്ടായിരുന്നു. എവിടം വരെ? ചെങ്കടൽ വരെ. ആ ചെങ്കടൽ വിഭാഗിച്ചുകൊണ്ട് ദൈവം അപ്പുറം കിടത്തി കഴിഞ്ഞപ്പോൾ ആ ശാപങ്ങളല്ലെന്ന് പറഞ്ഞാൽ മിസ്രൈം സൈന്യം അല്ലെങ്കിൽ ഫറവോനും സൈന്യങ്ങളും മുഴുവനും ചെങ്കടലിൽ ചത്തൊടുക്കിപ്പോയി എന്ന് നമുക്കറിയാം. നമ്മൾ അതുകൊണ്ട് ബാപ്റ്റിസം ഇൻ വാട്ടർ എന്ന് പറയുന്ന, വെള്ളത്തുള്ള സ്നാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ഇന്ന് ബൈബിൾ ടീച്ചർമാരുടെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുക. രക്ഷിക്കപ്പെടുവാൻ സ്നാനം അനിവാര്യമല്ല എന്ന് പറഞ്ഞു കളയുന്ന വല്ലാത്തൊരു ഉപദേശത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട്
അവർ മാനസാന്തരം മതി, ഏറ്റുപറച്ചൽ മതി എന്ന് ശരിയാ, അത് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളും, മാറ്റമൊന്നും. പക്ഷേ അത് ആ ആ രക്ഷയുടെ ഒന്നാം പടി എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതിന്റെ അവിടം വരെയാ. അല്ലാതെ മാനസാന്തരം അനുതാപം മാത്രമല്ല, മാനസാന്തരം മാത്രമല്ല, വെള്ളത്തിൽ മുങ്ങി വിശ്വാസാൽ അവൻ ഏറ്റുപറഞ്ഞ വിശ്വാസം വെള്ളത്തിൽ മുങ്ങി അവന്റെ പഴയ മനുഷ്യൻ അടക്കി എഴുന്നേൽക്കുന്നത് വരെയാണ് അവന്റെ വിശ്വാസം ഇരിക്കുന്നത്. അതുകൊണ്ട് വേർപിരിക്കാൻ നമുക്കാവില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ തന്നെ 3 ബുക്കാണ്, ഇത്രയും കഴിവുള്ള 3 ബുക്കാണ് സ്നാനത്തെക്കുറിച്ച് ഞാൻ പണ്ട് ഒരുപാട് വായിച്ചതായിരിക്കും. പക്ഷേ ഒരു വിലയും കൊടുക്കാത്ത, എന്താ പറയുക, സ്നാനത്തിന് വിലയും കൊടുക്കത്തില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ മിസ്രൈമിൽ കണ്ടതാ, എന്നാൽ അത് അനുഭവിക്കുവാൻ അവർക്ക് മരുഭൂമിയിൽ വെച്ച് കഴിഞ്ഞില്ല. അനേകർക്ക് ആ ദൈവത്തിന്റെ മഹത്വം ആണോ ഇല്ലയോ അല്ലേ? എത്ര 16 ലക്ഷം ജനങ്ങൾ വിടുവിക്കപ്പെട്ടു. മരുഭൂമിയിൽ 20 ലക്ഷമായി, 60 ലക്ഷം വരെ ജനമായിട്ട് പോലും അവർക്ക് ദൈവത്തിന്റെ കരുത്ത ഭുജബലം കാണിച്ചിട്ട് പോലും അവർക്കതിൽ കടക്കുവാനോ ആ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാനോ കഴിഞ്ഞില്ല. അല്ല, ദൈവം കൊടുക്കുന്നുണ്ട്, മന്ന കൊടുക്കുന്നുണ്ട്, കാടപ്പക്ഷിയെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കഴിക്കുന്നുണ്ട്. പക്ഷെ കഴിച്ചത് മുഴുവനും എന്നറിയാമോ? അവർ കഴിക്കുമ്പോഴും അവരെ തൊണ്ടയിൽ നിന്ന് ആ ചിക്കൻ അല്ലെ, തന്തൂരി ചിക്കൻ അല്ലെ, എന്താ പറയുക, KFC ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, KFC വായിന്ന് തൊണ്ടയിൽ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാണന് ഹാനി വരുത്തി എഴുതി വെച്ചിരിക്കുന്നത്. അത്ര ഭയാനാന്നറിയാമോ? ഞാനതൊക്കെ എടുക്കാൻ പോയാൽ നിങ്ങൾ ഒരുപക്ഷെ എന്നെ കല്ലെറിച്ച് വലിച്ചെറിഞ്ഞ് കളയും. ഹല്ലേലൂയ. അവരുടെ പ്രാണന് ഹാനി വരുത്തി കളഞ്ഞ ദൈവം. ന്യായവിധി വന്നു കഴിഞ്ഞു. കാരണം ദൈവം ചോദിക്കുമ്പോൾ പലതും നമുക്ക് തരുന്നുണ്ട്, പക്ഷെ അതിലെ പുറകെ ന്യായവിധിയും കൂടി വരും നമുക്ക്. കാരണം ദൈവഹിതമില്ലാത്തത് ചോദിക്കുവാൻ നമുക്ക് അർഹതയില്ല. കാരണം ദൈവത്തിന് ഒന്നാമത്തെ കൽപ്പന, ഞാൻ അത് വിട്ടിട്ട് പറയാം, നമ്മുടെ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മോട് കർത്താവ് ആദ്യം പറഞ്ഞത് എന്താ? അവന്റെ രാജ്യവും നീതിയും. 6:33 മത്തായി അല്ലേ? അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അത് വിട്ടിട്ട് ഒരുവൻ പുറകെ പോയി അവൻ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചിട്ട് ന്യായവിധി വന്നാൽ അത് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പിശാചിന്റെ മുമ്പിലും ദൈവം നീതിമാനായത് കൊണ്ടാണ്. ഈ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ചോദിക്കും, ദൈവം നമുക്ക് തരും, പക്ഷേ അതിൻ്റെ പുറകെ ഒരു നമ്മുടെ പ്രാണന് ഹാനി വരുത്തുന്ന ഒരു വലിയൊരു സാധനം കൂടി നമ്മുടെ കയ്യിലേക്ക് ദൈവം തരും. ഒന്നും മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്. പേടിച്ചേ മതിയാകൂ. കാരണം ചരിത്രം എടുത്ത് പഠിച്ചോ. 6000 വർഷം ആകാൻ പോകുന്നു ഈ ഭൂമിയുണ്ട് മനുഷ്യനുണ്ടായിട്ട്. ചരിത്രം എടുത്ത് പഠിച്ചോ. ഏതാണ്ട് 250 വർഷം മാത്രമേ ഈ ഭൂമിയിൽ സമാധാനം കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം യുദ്ധങ്ങളും കഷ്ടപ്പാടും ദുരിതവും അത് ഏറ്റവും അനുഭവിച്ചത് ഈ മക്കൾ തന്നെയാണ്. കാരണം അറിയാമോ? അവർ ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം അവരെ വിളിച്ചതാ. ദൈവത്തിന്റെ മക്കളാ. ദൈവത്തിന്റെ മക്കൾ തെറ്റ് ചെയ്താൽ അടി പുറകെ ഓടിച്ചിട്ടടിക്കും. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമായി ഇപ്പൊ തന്നെ. ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ നുണയൊന്നുമല്ല, വചനം തെളിയിച്ചു തരാം നിങ്ങൾക്ക്. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിലെ സാക്ഷിയാകുവാൻ തന്റെ പുത്രന്റെ ജീവനെ വില കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് അവന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാ. അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടഗതം, നമ്മുടെ മോഹങ്ങൾ നിവർത്തിക്കാനുള്ള ഒരു ഉപാധിയല്ല, ഒരു മന്ത്രമല്ല യേശു. അത് സത്യം നിങ്ങൾ തിരിച്ചറിയണം. അത് പ്രകാരം ദൈവം ജാതികളാണ്, ഞാൻ പറഞ്ഞില്ലേ, ജാതികൾക്ക് പോലും നന്മ കൊടുക്കുന്നത് പിശാചൊന്നുമല്ല. അത് ഉണ്ട്, ചെറിയ പരിപാടി, അത് വേറെ കാര്യമാണ്. അതിപ്പോഴും സംസാരിച്ച് ശരിയാവത്തില്ല. നമ്മുടെ ദൈവം തന്നെയാ. മഞ്ഞും മഴയും ദുഷ്ടന്മാരുടെ പേരും നീതിമാന്മാരുടെ പെയ്യുന്ന ആരാ? ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവൻ തന്നെയാ ചെയ്യുന്നത്. പക്ഷേ മടങ്ങി വരാൻ വേണ്ടിയാ. ജനങ്ങളെല്ലാം എങ്ങോട്ടാ? ദൈവത്തിലേക്ക് അന്വേഷിച്ച് വരാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞ് ഗ്രഹിച്ചു നിങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, മിസ്രൈമിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ട് പുറത്തേക്ക് കൊണ്ടുവന്ന ദൈവജനം, പക്ഷേ ആ മരുഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വെളിപ്പാട് നിങ്ങൾ ഗ്രഹിച്ചറിയണം. നിങ്ങൾ മിസ്രൈമിൽ കണ്ട ദൈവത്തിന്റെ ഭുജബലം കണ്ടവർ, അവർ മരുഭൂമിയിൽ ആ ദൈവത്തെ അനുഭവിച്ച് വാക്തത്വ നാട്, ദൈവം പറഞ്ഞ വാക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ കരുതലും കാവലും അനുഭവിച്ചുകൊണ്ട് നടന്നു പോയിരുന്നെങ്കിൽ അവർക്ക് ദൈവരാജ്യം കിട്ടിയേനെ, അല്ലെങ്കിൽ കനാൻ ദേശം കിട്ടിയേനെ. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഞാൻ വാക്കുണ്ട്, മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ കനാനിലെ യുദ്ധത്തിൽ ദൈവത്തിന് സഹായിപ്പാൻ കഴിയത്തുള്ളൂ. നമ്മൾ 2 വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഒന്ന്, നമ്മൾ മരുഭൂമി യാത്രയില്ല, മറു സൈഡിൽ നമ്മൾ കനാനിലെ യുദ്ധത്തിലുമാണ്. അത് ഞാൻ ഇപ്പോൾ എടുത്ത ശരിയാവത്തില്ല. രണ്ടും ഒരേ അനുഭവത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കനാൽ ദേശത്ത് 7 മല്ലന്മാരായ ജാതികൾ കിടന്നിരുന്നു. ഇന്ന് നമ്മൾ മരുഭൂമി യാത്രയിലാണെങ്കിൽ നമുക്കിപ്പോൾ യുദ്ധമായിട്ടില്ല, പക്ഷെ നമ്മളിപ്പോൾ യുദ്ധത്തിലാണ് അല്ലേ. എവിടെയാണ് നമ്മുടെ കനാൽ ദേശം ഇരിക്കുന്നത്?
ഇതിനകത്ത് ആ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ എൻ്റെ ഹൃദയം എന്ന് പറയുന്ന അല്ലെ, ആ ദൈവരാജ്യം എന്ന കനാൽദേശം അവകാശമാക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കുശുമും കുന്നായ്മയും എല്ലാ വെറിക്കൂത്തുകളും എല്ലാ ലൈംഗിക അശുദ്ധികളൊക്കെ ഈ പറഞ്ഞതുപോലെ തോൽപ്പിച്ച് അവരെ ജയിച്ച് ആ ദൈവരാജ്യം ഇതിനകത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അവകാശമാക്കി ലഭിക്കുന്നത്. രണ്ട് ചേർത്ത് വെച്ച് നമ്മൾ മോർണിംഗ് നമ്മുടെ ഡെലിവറൻസ് ക്ലാസ് ആഴമായി അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. എന്ന് പാകട്ടെ, ഞാൻ പറഞ്ഞത് മിസ്രൈമിൽ വെച്ച് അവർ കണ്ട അത്ഭുതങ്ങളും ദൈവത്തിന്റെ ഭുജബലം കണ്ടിട്ട് അവർക്ക് മിസ്രൈമിൽ മരുഭൂമിയിൽ അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അനുഭവിക്കണമെങ്കിൽ അവരുടെ വാക്കുകൾ വിശ്വസിക്കണം. അവർ ആ 10 ബാധകളുടെ മേൽ അത്ഭുതം അഴക്കുമ്പോഴും മരുഭൂമിയിൽ ചെങ്കടലിൽ വിഭാജിക്കുമ്പോഴും ആ ഭുജബലം കണ്ടതാ. മരുഭൂമിയിൽ കാടപ്പക്ഷിയെ കൊടുക്കുമ്പോഴും അല്ലെ, ജാതികളുടെ മുമ്പിൽ കൂടെ നടത്തുമ്പോഴും 40 വർഷം ചെരുപ്പ് തേയാതെയും അല്ലെ, ഉടുപ്പ് എന്താ പറയുക വലുത കറക്റ്റായിട്ടൊക്കെ കൊടുത്ത ദൈവത്തിന്റെ ആ കരുതൽ കണ്ടിരുന്നെങ്കിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചേനെ. വിശ്വാസം, ഞാൻ പിന്നീട് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ വിശ്വാസം എന്തൊക്കെയാ, അത് അവസാനം ആശ്രയമായി മാറണം. വെറും വിശ്വാസം കൊണ്ട് നിൽക്കരുത്, അത് ആശ്രയമായി ലാസ്റ്റ് ആശ്രയം മാറുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്ത് പാകട്ടെ. അപ്പൊ അതുകൊണ്ട് ആ മരുഭൂമിയിൽ അവർക്ക് ആശ്രയിപ്പാൻ കഴിഞ്ഞില്ല. ആശ്രയിക്കണമെങ്കിൽ അവന്റെ വാക്കുകൾ ദൈവത്തിൽ വിശ്വസിക്കണമായിരുന്നു, അല്ലേ? കനാൻ ദേശം അവരെ ഹൃദയത്തിൽ വരച്ചു വെക്കണമായിരുന്നു, ഹൃദയത്തിൽ. പക്ഷെ വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഹൃദയത്തിൽ മുഴുവനും ആ ഈജിപ്റ്റ് എന്ന മറ്റേ പടമാണ്, അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പോലെ അവരുടെ ഹൃദയത്തിൽ മുഴുവൻ ഈജിപ്തിലെ ചുറ്റുള്ള വെളുത്തുള്ളി, ആച്ചി മസാല, ഈസ്റ്റേൺ മസാലയൊക്കെ ആ മണമായിരുന്നു അവരുടെ മുഴുവൻ മനസ്സിൽ. ആ കനാൻ ദേശം എന്ന് പറയുന്ന ആ സുന്ദരമായ ദേശം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ വാക്കുകളാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയോ 106 സങ്കീർത്തനത്തിൽ എവിടെയോ ഒക്കെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അല്ലേ? അവർ എൻ്റെ മനോഹര ദേശത്തെ 106 സങ്കീർത്തനത്തിലാണ്, മനോഹര ദേശത്തെ അവർ നിരസിച്ചു കളഞ്ഞു. നമ്മളത് തന്നെയാ. നമുക്ക് അത് വേണ്ട, ഈ ലോകം മതിയെന്ന് വിചാരിച്ചാൽ നമ്മളും അവരെപ്പോലെ തന്നെയാ. പിന്നെ നമ്മൾ ചെങ്കടൽ കടത്തി ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഇനി അപ്പുറത്തേക്ക് തിരിച്ച് മിസ്രൈമിൽ പോകാമെന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റുമോ? വിടത്തില്ല. കാരണം ചെങ്കടൽ ഒന്നായി കഴിഞ്ഞു. ഇനി അവിടെ കിടന്ന് കറയും അല്ലെ, അവസാനം പെട്ട് എന്താ പറയുക, അവിടെയും കുറ്റം പറയും ഇവിടെയും കുറ്റം പറയും, അവസാനം പാവം മുഴുത്ത് ന്യായവിധി വന്നു കഴിയുമ്പോൾ ദേ കിടക്കും താഴെ. ലോകവും അനുഭവിക്കാൻ കഴിയത്തില്ല, ലോകത്തിലെ സുഖം അനുഭവിക്കാൻ കഴിയത്തില്ല, ദൈവരാജ്യത്തിലെ ആ നന്മകളും അനുഭവിക്കാൻ കഴിയാതെ ഇങ്ങനെ പെട്ടുപോകും നമ്മളൊക്കെ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട്? അപ്പൊ അതുകൊണ്ട് ഈ കാര്യം മറന്നു പോകരുത്. മിസ്രൈമിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അറിയണം. ശരി, അതാണ് കാണുക, കടക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയുക. എവിടെയാ? മരുഭൂമിയിലാണത്, അല്ലേ? അവിടെ അനുഭവിക്കുമ്പോൾ എങ്ങനെ അനുഭവിക്കുക? ആശ്രയം വരികയാണ്, അവന്റെ വാക്കുകളിൽ ആശ്രയം. മരുഭൂമി നല്ല സുഖമുള്ള ദിവസം അല്ലേ? ഒരു എന്താ പറയുക, ഒരു സർവത്ത് പോലും കിട്ടത്തില്ല മരുഭൂമിയിൽ. നമുക്കറിയാലോ, നമ്മളൊക്കെ എന്തോരം ആഗ്രഹിക്കുന്നുണ്ട്, ഇച്ചിരി നല്ല കാര്യം സംഭവിക്കല്ലേ, നല്ല സാധനം വേണം, ഇത്രയും മെച്ചപ്പെട്ട ജീവിതം വേണം, ആഗ്രഹിക്കുന്നത്. പക്ഷെ കിട്ടുന്നില്ല നമുക്ക്. ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട ജീവിതം വേണം, പക്ഷെ കിട്ടുന്നില്ല. അതാണ് മരുഭൂമി. അങ്ങനെയൊന്നും ഇല്ല. അവിടെ ആകെയുള്ള പ്രൊവിഷൻ അവിടെ നിന്ന് മാത്രമാണ്. രാവിലെ നേരം വെളുക്കുമ്പോൾ മഞ്ഞ വരും, ഇടക്കിടക്ക് പറപ്പിച്ച് അല്ലേ ചിക്കൻ 65 തരും, അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. മുഴുവൻ പ്രൊവിഷനും അവിടെ നിന്ന് മാത്രമാണ്. ഇനി പൈസയൊക്കെ പോക്കറ്റിലുണ്ട്, അവർ അങ്ങ് അപ്പുറത്ത് കൂടി പോയി എവിടെയെങ്കിലും അല്ലേ, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി അവരെന്തെങ്കിലും മേടിച്ച് ഒന്നും നടക്കത്തില്ല ഒന്നും, അല്ലേ? ഞാൻ ഈ മർമ്മങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആകെയുള്ള ഓപ്ഷൻ, നമുക്ക് ആകെയുള്ള ഓപ്ഷൻ വിളിച്ചവനിൽ ആശ്രയിക്കുക, അവന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നേരെ ലാക്കാക്കി ഓടുക. അല്ലാതെ ഈ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 80% വിശ്വാസികളും 80% ദൈവദാസന്മാരും നിത്യമായ നരകത്തിലേക്കെന്ന്. കാരണം ബ്ലാക്കില്ലത്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഞാൻ വിട്ടുപോയിക്കോട്ടെ. വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാണാൻ കഴിയും, അത് മരുഭൂമിയിൽ കടപ്പാൻ. മരുഭൂമി വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പറയാ, എന്ത് നിങ്ങളുടെ ബുദ്ധിയിൽ എന്തൊക്കെ നോക്കിയാലും അവസാനം താറുമാറായിരിക്കും. ഒരുപക്ഷെ ദൈവം നിങ്ങൾ ചോദിച്ച തരും, ദൈവം പലതും നന്മ തരും. പക്ഷെ ഓർത്താ മതി, തൊണ്ടയിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ന്യായവിധി വന്നിരിക്കും. ഞാൻ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കത്? ഞാൻ വചനത്തിൽ നിന്ന് ഒരണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ വെള്ളം ചേർക്കാതെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇത് ചരിത്രത്തിൽ തെളിയിച്ച കാര്യമാണ്. നിങ്ങളെ സുഖിപ്പിച്ച് അല്ലെ മോഹിപ്പിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയല്ലത്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഒറ്റ ആഗ്രഹമാകണം, അവിടുത്തെ ആഗ്രഹം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചില്ലേ, ഒരു ഭക്തന്റെ ആഗ്രഹം ഞാൻ നിവർത്തിച്ചു കൊടുക്കും. ആരാ ഭക്തൻ? പിതാവിന്റെ മനസ്സറിയുന്നവൻ, അവന്റെ ഹിതം അറിയുന്നവൻ, വിളിച്ചവനെ കുറിച്ചുള്ള മനസ്സറിയുന്നവൻ.
അവൻ്റെ ഭക്തന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ചോദിക്കുന്നത് മുഴുവൻ അവൻ്റെ ആഗ്രഹമായിരിക്കും. അല്ലാതെ നമ്മുടെ ആഗ്രഹം ചോദിക്കാൻ പൊങ്ങത്തില്ല അവന്. കാരണം അവനെ അറിയില്ല. അവൻ ആശ്രയം മുഴുവനും ആ വിളിച്ചവനായിരിക്കും. മരുഭൂമിയിൽ സ്വന്തമായി ഒരു ആശ്രയം ഉണ്ടാകത്തില്ല. മരുഭൂമിയിൽ എന്ത് ചെയ്യാനാ നമുക്ക്? ഈ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെക്കുറിച്ച് ദൈവത്തിന് വേറെ ഹിതമുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഈ ലോകത്തിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ വലിയവനാകണം, ആ പണം കൊണ്ട് നിങ്ങൾക്ക് ദൈവരാജ്യം പണിയണം, നിങ്ങൾക്ക് എന്താ പറയുക അനേക ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യണം, ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് ദൈവഹിതമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ആർക്കതിൽ തടുത്താൻ കഴിയും? ഞാൻ പറഞ്ഞു, ആർക്കതിന് തടയാൻ കഴിയും? ദൈവത്തോട് പ്രത്യുത്തരം പറയുവാൻ, ചോദിക്കുവാൻ ആരിയ്ക്കുന്നു? നിങ്ങളെക്കുറിച്ച് ദൈവഹിതമുണ്ടോ? പണ്ട് ഞങ്ങളുടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർഷങ്ങളോളം നോർത്ത് ഇന്ത്യ മുഴുവനും ട്രാൻസ്ലേറ്ററായിട്ട് വന്ന, ഹിന്ദി ട്രാൻസ്ലേറ്റർ വന്ന അദ്ദേഹം. പണ്ടേതോ ചെറുപ്പകാലത്ത് എന്നെക്കാളൊക്കെ മൂത്ത വിശ്വാസിയാണ്, നല്ല ട്രാൻസ്ലേറ്ററാണ് പുള്ളി. ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും തന്നെ. അദ്ദേഹത്തെ പണ്ട് പറഞ്ഞൊരു വാക്ക് എന്നെ ഇങ്ങനെ മെമ്മറിൽ ഓടി വരികയാണ്. വേറൊന്നുമല്ല, അദ്ദേഹം രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ, ബോംബെയിലായിരുന്നു രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ, ഏതോ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ അംബാനിനെ പോലെ ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. ആ വാക്ക് പുള്ളിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി. പക്ഷേ പുള്ളി കൃപയുള്ള, കഴിവുള്ള, മിനിസ്ട്രിയുള്ള, വിളിയൊക്കെയുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി പറയുക, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആയിട്ട് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ദൈവം എന്നെക്കുറിച്ച് വിളിച്ച ആഗ്രഹമുണ്ട്, ഞാൻ അംബാനിയാകും, ഞാൻ വലിയ ബഹുസമ്പന്നായ ശേഷം ഞാൻ അതെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ വിലക്ക് ഫുൾ ടൈമായി വരാമെന്ന് പറഞ്ഞു. അന്നുമില്ല, ഇന്നുമില്ല, ഒന്നുമില്ല, അതിനെ വിട്ടുപോയി. ഞാൻ പറഞ്ഞ മനസ്സായി കടന്നു നിങ്ങൾക്ക്? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിവർത്തിച്ചിരിക്കും. ഈ ലോകത്തിൽ എത്ര വലിയ ഈ 33 കോടി വിചാരിച്ചാലും നമ്മളെ തൊടാൻ പോലും കഴിയത്തില്ല. ആണോ? ദൈവത്തിന്റെ നമ്മളെ വിളിച്ചവന്റെ ഭുജബലം നമ്മൾ തിരിച്ചറിയുക. അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് മറന്നു പോകരുത്, ഈജിപ്തിൽ വിടുവിച്ചു. അവിടുത്തെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പോലും, ആ ചെങ്കടലിൽ വിഭാജിക്കുന്നത് കണ്ടിട്ട് പോലും, മരുഭൂമിയിൽ അവർ മേഘത്തിന് കീഴിലായിട്ട് പോലും, പരിശുദ്ധാത്മാവിന് കീഴിലായിട്ട് പോലും അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞില്ല അവർക്ക്. ഹല്ലേലൂയ. ദൈവം അവിടെയും പ്രൊവിഷൻ കൊടുത്തു. ദൈവം അല്ലേ, ദൈവം തിന്നാൻ കൊടുത്തു, എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവർക്കും കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് കാനാൻ ദേശത്തിൽ കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എത്ര ഭയാനകമാ സഹോദരങ്ങളെ. ഇതൊക്കെ എന്തിനാ ബൈബിൾ എഴുതി വെച്ചത്? എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചത്? നമുക്ക് എന്തിനു വേണ്ടി അതൊക്കെ എഴുതി വെക്കുന്നത്? നമുക്ക് ദൃഷ്ടാന്തമായി. 1 Corinthians 10:5-6 പറയുന്നു, ഇത് ദൃഷ്ടാന്തമായി നമുക്ക്, പത്രോസ് ലേഖനത്തിലും ലേഖനത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ദൃഷ്ടാന്തമായി നമുക്ക് എഴുതി വെച്ചിരിക്കുക, നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി കയറിയേ മതിയാകത്തുള്ളൂ. നമുക്കറിയാം ദൈവം നമ്മളെ വിളിച്ചതിന് വേണ്ടിയാണല്ലേ. വെളിപ്പാട് ദിവസം 21:7 പറയുന്നു. 6:7 എന്താ പറയുന്നത്? പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്തവും ആകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അടുത്ത വാക്യം പറയുക, ജയിക്കുന്നവന് ഇത് അവകാശമാക്കും. അല്ലേ? ജയിക്കുന്നവന് കൊടുക്കുന്ന അവകാശം എല്ലാവർക്കും അല്ല. വിളിച്ചവർ അനേകർ. ഓരോ ദിവസം ലക്ഷക്കണക്കിന് ആളുകളാ കർത്താവിനെ അറിഞ്ഞു വരുന്നത്. പക്ഷേ അതിൽ അനേകരും പിന്തിരിഞ്ഞു പോവുകയാണ്, തോറ്റുപോകുകയാണ്. എന്നറിയാമോ? കാരണം ജയിക്കുന്നവനാണ് ഇത് അവകാശമാക്കുന്നത്. ഏതൊക്കെ ജയിക്കുക? അല്പമായിട്ട് നാം പഠിച്ചിട്ടുണ്ട്. ലോകത്തെ ജയിക്കണം, ജഡമോഹങ്ങളെ ജയിക്കണം, പിശാചിനെ ജയിക്കണം, അല്ലേ? സ്വയത്തെ ജയിക്കണം. ഒട്ടനവധി ലോകത്തിൽ നമുക്ക് ജയിക്കാനുണ്ട്. നമ്മുടെ മനസ്സിലൊത്തവണ്ണം നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ, അല്ലേ, അതിന്റെ പുറകെ പോയാൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ആണോ? കർത്താവ് ഇപ്പൊ വരും. നമ്മൾ അങ്ങോട്ട് പോകുന്ന പൊട്ട കള്ളോപദേശത്തിന് പുറകെ പോകാതെ ജയിക്കുന്നവന് മാത്രം അവകാശമാക്കുന്ന വാക്തത്വമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാ വിളിക്കപ്പെട്ടവർ അനേകർ, വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണിത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, അല്ലേ? ദൈവസഭ, പ്രാദേശികമായ ലോക്കൽ സഭയുടെ അകത്ത് എല്ലാം ഉണ്ട്, അല്ലേ? ജഡികന്മാരുണ്ട്, ആത്മീയന്മാരുണ്ട്, ഒക്കെ കാണും. ഇന്ന് പ്രാകൃത രക്ഷിക്കപ്പെടാത്ത അത്ഭുതം കണ്ട് അപ്പം തിന്നാൻ വരുന്നവർ പോലും ദൈവസഭക്കകത്തിരിക്കുക. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഒരു കൂട്ടർ, ചെറിയൊരു കൂട്ടർ മാത്രം, നോഹയുടെ കാലഘട്ടം പോലെ ഒരു ക്ലാസ് എപ്പോഴും എടുക്കും, ഒരു ചെറിയ കൂട്ടം മാത്രം അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാ, ഈ ലോകത്ത് വെറുത്തവരാ, അല്ലേ? അതുകൊണ്ട് അവരാണ് അവകാശമാക്കുന്നത്. അവരുടെ കൂട്ടത്തിലായിരിക്കണം ആര്? നമ്മൾ ഓരോരുത്തരും. ഇല്ലെങ്കിൽ പരാജയം. ഞാൻ ഈ പറയുന്നത് ഇന്ന്
ഒരു വാക്ക് ഞാൻ പറഞ്ഞു വിടുകയാണ്, പക്ഷേ ഇത് ഒരു ദിവസം ഈ വാക്കുകൾ നിങ്ങൾക്ക് ഒരു ദിവസം കേൾക്കാൻ കഴിയും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇവിടെ വെച്ചല്ല, അവിടെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും മത്തായി സുവിശേഷ ഭാഗം 7-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഞാൻ ആഴമായി എടുക്കും എപ്പോഴെങ്കിലും. ആ വാക്ക് എപ്പോഴും നമ്മൾ പറയുന്ന വാക്കാ, പക്ഷേ ആഴമായി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അന്ന് ഞാൻ പറയും, അതിനെക്കുറിച്ച് പറയും. ആ വാക്കുകൾ, ഈ പറയുന്ന വാക്കുകൾ ഒരു ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നിങ്ങളുടെ ചെവിയാൽ കേൾക്കും. ഇവിടെ വെച്ചല്ല, ഈ ഭൂമിയിൽ വെച്ചല്ല, ഒരു ദിവസം ആ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന് മുമ്പിൽ കേൾക്കേണ്ടി വരും. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ജയിക്കുന്നവന് ഇത് അവകാശമാക്കി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവർ എനിക്ക് മകനുമായി തീരും. എന്നാൽ അടുത്ത വാക്യം, 8-ാം വാക്യം വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. 66 പുസ്തകത്തിന്റെ ഒടുക്കത്തിൽ വന്ന് പറയുക, ജയിക്കുന്നവനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യം 8-ാം വാക്യം പറയുക, വീരുക്കൾ അല്ലേ, ഇന്ന് ഭാര്യയെ പേടിച്ച് വരുന്നവരുണ്ട്, ഭർത്താവിനെ പേടിച്ച് വരുന്നവരുണ്ട്, നാട്ടുകാരെ പേടിച്ച് വരുന്നവരുണ്ട് അല്ലേ, മിണ്ടുന്നില്ല. എല്ലാവരും സുഖിപ്പിക്കാൻ വേണ്ടി അല്ലേ, സുഖിപ്പിച്ചുകൊണ്ട് അവിടെ ഇവിടെ കാല് വെച്ച് പോകുന്നവരുണ്ട്. മിണ്ടുന്നില്ല നിങ്ങൾ. അവിടെ ഇവിടെ കാല് വെച്ചോണ്ട് എല്ലാവരും, അവരും വേണം ഇവരും വേണം, എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് പോകുന്നവർ അല്ലേ, ഭീരുക്കൾ. ഒരു പരിശോധന വരട്ടെ, ഭീരുവാണോ അല്ലെന്ന് അപ്പ അറിയാം. ഒരു പരിശോധന വരട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പരിശോധന വരട്ടെ. അവിടെ തീരുമാനമെടുക്കുക എങ്ങനെയാ, ആ തീരുമാനമാണ് ദൈവം നോക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നില്ല, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തി കണ്ടിട്ടല്ല അവൻ ക്രിസ്ത്യാനിയാണെന്ന് അറിയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അവന്റെ പ്രതികരണം നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. ഒരു ഇഷ്യൂ വരുമ്പോൾ, അവന്റെ ജീവിതത്തിലോ അവന്റെ കുടുംബത്തിലോ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവപ്രസാദമാകുമോ, അതാണ് എന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. സഭയിൽ വരുന്നതുകൊണ്ട് ക്രിസ്ത്യാനി ആകത്തില്ല കേട്ടുള്ള കാര്യം ഞാൻ പറയാം. സൺഡേ വന്ന് കർത്തൃമേശ എടുത്തതുകൊണ്ടോ വചനം പ്രസംഗിച്ചത് കൊണ്ടോ മിനിസ്റ്റർ ചെയ്തതുകൊണ്ടോ ഒന്നും ക്രിസ്ത്യാനി ആകണമെന്നില്ല. ഹല്ലേലൂയ. ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം എടുക്കുന്ന തീരുമാനം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണ് അല്ലേ. മത്തായി 6-ാം അധ്യായം 9 മുതൽ 11 വരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, സ്വർഗ്ഗസ്ഥനായ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, മഹത്വം എടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അത് ഒന്നാമത്തെ കാര്യമാണ്. എന്നെ നിങ്ങളെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് എടുക്കും. നമുക്ക് ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നമ്മുടെ എല്ലാം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം. ആഴമായി എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ് വരും, ആഴമായ ക്ലാസ് വരും. ഇനി ഓരോ വിഷയങ്ങൾ പറയുന്ന മുഴുവനും ആഴമായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വിഷയങ്ങളാണ്. പ്രാർത്ഥന പോലും ഒന്നാമത്തെ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒന്നാമത്തെ വിഷയം എന്താ? സ്വർഗ്ഗസ്ഥനായ അവിടുത്തെ നാമം വിശുദ്ധി, എന്നിലൂടെ അവിടെ നാമം മഹത്വം എടുക്കണം. വചനം, അവൻ അവിടെ നിന്ന് പറഞ്ഞ വചനം എന്റെ ജീവിതത്തിൽ ഫുൾഫിൽ ആകണം. ഞാൻ വേർതിരിക്കപ്പെട്ടവനായി മാറണം, അവന്റെ മകനായി മാറ്റപ്പെടണം. എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ സകല മേഖലകളിലും. അവിടെ ഭയപ്പെട്ടു പോയാൽ, അതാണ് ഭീരുക്കൾ ഭയപ്പെട്ടു പോയി നമ്മൾ. അതുകൊണ്ട് എത്രയോ ആൾക്കാർ അല്ലേ, സുഖിപ്പിക്കുന്ന ആൾക്ക് എത്രയോ ആൾക്കാരാണ്. അതൊക്കെ ദൈവസഭയ്ക്ക് ചേർന്നതല്ല, ദൈവസഭയ്ക്കല്ല, നമുക്ക് ചേർന്നതല്ല. നമുക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആരാ ഒന്നാമത്തെ കാര്യം? ഭീരുക്കൾ. ഇവിടെ ആരും ഇല്ലല്ലേ? ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞു ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്. ഭീരുക്കളെന്ന് വളരെ വിവരിക്കാൻ പോയ ഈ നിന്ന് മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് വിഷയമാണ് ഭീരുക്കൾ. നമ്മൾ അറിയാതെ അനേകരും പല സമയത്തും പലപ്പോഴും ഭീരുക്കളാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിന് ആ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും സംസാരിക്കും. രണ്ട്, അവിശ്വാസികൾ. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വാസമില്ലാതെ പോകുന്നതിന് വരെ അവിശ്വാസം അല്ലേ. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ ആശ്രയമില്ലാതെ മാറുന്നത്, എൻ്റെ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ നോക്കുന്നത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കാതെ എൻ്റെ പഠനം, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ ജീവിക്കുന്നതിൻ്റെ പേര് അവിശ്വാസം എന്ന് പറയുന്നത്. ഈ അവിശ്വാസം എന്ന മഹാവിപത്തിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലല്ലേ പറയുന്നത്? ഡീറ്റെയിൽ സ്റ്റഡി അവിടെയുണ്ട്. അവിടെ മഹാവിപത്ത്, എന്താ മഹാവിപത്തിന് ഒറ്റ കാര്യമുള്ളൂ, അവിശ്വാസം. നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ വിശ്വാസികളാണെന്ന്. അതുകൊണ്ട് 2 ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ദൈവപ്രഭുവായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ കാരണം ഈ ലോകത്തിൽ ദൈവം അവിശ്വാസികളുടെ, നമ്മളവിശ്വാസികൾ, ദൈവസഭക്കാര് അവിശ്വാസികളുടെ ഹൃദയ മനസ്സിനെ ഉരുളായിക്കളഞ്ഞു. എത്ര ഭയാനകമാണെന്നറിയാമോ? ഓരോന്നായി എടുത്ത് പിറകെ പഠിക്കുമ്പോൾ നമുക്കതിനെ പേടിയാവും. കർത്താവ് എവിടേക്കോ നമ്മളൊക്കെ ഇനിയും മാറാൻ ഒരുപാട്. അപ്പൊ അവിശ്വാസികൾ, അർക്കപ്പെട്ടവർ വിടുക, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക്
എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കും എന്താണെന്നറിയാമോ? ഉള്ള ഓഹരി എവിടെയാ? ദൈവരാജ്യത്തിനകത്തല്ല ഓഹരി. ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ, പിന്നീട് ആഴമായി പഠിക്കും. ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ എൻ്റെ ജഡയച്ഛന്, അല്ലെ ജഡാച്ഛൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, എൻ്റെ ഭൂമിയിലെ അച്ഛന്, എൻ്റെ പിതാവിന്, അവിടുത്തെ പിതാവിൻ്റെ സ്വത്തിന് അവകാശിയാ ഞാൻ. മനസ്സിലായോ? ഈ ഭൂമിയിൽ ഞാൻ അപ്പന്റെ മകനായി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അപ്പൻ എന്തൊക്കെയുണ്ടോ സ്വത്തുണ്ടോ അതിന്റെ മുഴുവനും ഒരു ഓഹരി. 5 മക്കളുണ്ടെങ്കിൽ അതിൽ ഓഹരി എനിക്കുള്ളതാ. അങ്ങനെയല്ലേ? അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊന്നും കിട്ടാത്തത് കൊണ്ട് പാവങ്ങളല്ലേ, നമ്മളെ മറ്റുള്ളവർക്ക് വിട്ടല്ലേ, നമുക്കൊന്നും ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല ഒന്നും. കർത്താവിന് അറിഞ്ഞത് കൊണ്ട് നിനക്ക് എൻ്റെ ഷെയറും തരത്തിലിടാന്ന് പറഞ്ഞ് നമ്മളേക്ക് തള്ളിക്കളഞ്ഞ ആൾക്കാരായിരിക്കും. ഒരുപക്ഷെ കിട്ടിക്കാണത്തില്ല, അനേകാൾക്ക് കിട്ടിക്കാണത്തില്ല. സ്തോത്രം. കിട്ടാത്തത് കൊണ്ട് സ്തോത്രം. നമ്മൾ കേസ് കൊടുത്ത് മേടിച്ചില്ലല്ലോ. പലപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, നഷ്ടങ്ങൾ മാത്രം. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം നഷ്ടങ്ങളേ നമുക്കുള്ളൂ. ഞാൻ പറയാം, ഈ 20 വർഷമായി ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് 20 വർഷത്തിനിടയിൽ എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നിവർന്നെന്ന് പറയാൻ പറ്റും, ആരുടെയും തട്ടിച്ചോ പറിച്ചോ കേസ് കൊടുത്തോ ഒന്നും വാങ്ങിയിട്ടില്ല. നഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷെ നഷ്ടങ്ങളൊക്കെ ഇന്നറിയത്തില്ല, ലാഭമാകുന്ന ദിവസമുണ്ട്. അതുകൊണ്ടാ ആ നഷ്ടങ്ങൾ ഉള്ളത് കൊണ്ടാ നമുക്ക് വിലയേറിയ നിധിയെ ദൈവം നമ്മളെ ഏൽപ്പിച്ചത്, അല്ലേ? വിശേഷമായ നിധി ഏതാ? വചനത്തെ, അവൻ്റെ ആത്മാവിനെ നമ്മൾ തന്നത്. നമ്മൾ വിശ്വസ്ത പുലർത്തിയത് കൊണ്ടാണ്. നമ്മൾ പിടിച്ചു പറിച്ച് കേസ് കൊടുത്തൊക്കെ പിടിച്ചു പറിച്ച് നമ്മുടെ സ്വത്തൊക്കെ മേടിക്കുമ്പോൾ അത് ശരിയോ തെറ്റും നമുക്ക് ഇപ്പം അറിയത്തില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോഴേ പലപ്പോഴും ചിലർക്ക് അറിയത്തുള്ളൂ. മുഴുവൻ വിട്ടുകൊടുത്താൽ കുഴപ്പമില്ലല്ലോ. വിട്ടുകൊടുത്താൽ ശരിയോ തെറ്റും നമുക്ക് അറിയത്തില്ല. മുഴുവൻ വിട്ട് കളഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞ അതിന്റെ വെളിപ്പാട് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞത് എബ്രായരും 10-ാം അധ്യായം 38-ാമത്തെ വാക്യം ഞാൻ പറയുന്നത്, അല്ലാതെ വെറുതെ ഒന്നും പറഞ്ഞതല്ല. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നത് 50-ാമത്തെ വാക്യം, 50-45 മുതലേക്ക് പഠിക്കുന്ന വാക്യങ്ങൾ. ഗ്രഹിച്ചോ? യെസ്. എന്തിനു വേണ്ടെന്നറിയാമോ? കാലദേശം കിട്ടാൻ വേണ്ടി, ദൈവരാജ്യം കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോൾ ഏവർക്കുമുള്ള ഓഹരി നമുക്കിവിടെ ഭൂമിയിൽ ഭൗതികമായ നമ്മുടെ പിതാവിന് അവന്റെ സ്വത്തിൽ നമുക്ക് ഓഹരി, ഇവന് ഓഹരി ഉള്ളത് പോലെ തന്നെ വീണ്ടും ജനിക്കപ്പെട്ട, അല്ലേ, നമ്മുടെ അകത്തെ മനുഷ്യൻ എവിടെയുണ്ട്? സ്വർഗത്തിൽ ഓഹരിയുണ്ട്. ആണോ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഓഹരി ഉണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ ക്രൂശ് മരണത്തിൽ പങ്കുള്ളവരാ. ആ പങ്ക് ഷെയറിനാ വാക്കിന് അർത്ഥം, അല്ലേ? അപ്പൊ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ എനിക്ക് ഷെയറുണ്ട്. ഞാൻ എവിടെയോ താഴെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ആഴമായ മർമ്മമാണത്. അവന്റെ ക്രൂശ് മരണത്തിൽ എനിക്ക് ഷെയറുണ്ട്. അത് ചോദിച്ചു വാങ്ങണം, അല്ല ഇപ്പൊ മേടിക്കണം നമുക്ക്. അവന്റെ ക്രൂശ് മരണം എന്റെയും മരണമാണ്. ആ ഷെയർ, ഇംഗ്ലീഷിൽ മൂലഭാഷ ഷെയർ എന്നുള്ള വാക്കാ. എൻ്റെ ആ ഭൗതിക അപ്പന്റെ സ്വത്ത് മേടിച്ചു വാങ്ങുന്ന പോലെ എനിക്കത് ചോദിച്ചു മേടിക്കാം. ക്രൂശ് മരണം എന്റെയും കൂടി മരണമാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി വഹിച്ചതാ, ഞാനും നിന്നോട് ഉണ്ടായിരുന്നു. വലിയ മർമ്മമാണത്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇവർക്കൊരു ഓഹരിയുണ്ട്. ആർക്കാ ഓഹരിയുള്ളത്? ഭീരുക്കൾ, പിന്നെ ആരൊക്കെയാ? അവിശ്വാസികൾ, അർക്കപ്പെട്ടവർ, കുലപാതകന്മാർ എന്ന് പറയുന്ന നീണ്ട ലിസ്റ്റ് ഉള്ള ഇവർക്കൊരു ഓഹരിയുണ്ട്. ഈ ഓഹരി 5 സെന്റ് സ്ഥലവും ദൈവരാജ്യവും, അല്ലെ, വീടും കാറും ഒന്നും അല്ല അവരുടെ ഓഹരി. എവിടെയാ? നല്ല സുഖമായിരിക്കും, അല്ലെ? എന്തൊക്കെയാ? തീയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. ഞാൻ നരകത്തെക്കുറിച്ച് 30 മണിക്കൂർ എന്ന ക്ലാസ് നമുക്കുള്ളത്. നരകത്തെക്കുറിച്ച് ഈ വാക്ക് വളരെയേറെ വാക്ക്, ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. എന്താണ് ഈ നരകത്തിന് ഇങ്ങനെയൊക്കെ വാക്ക് കൊടുത്തത്? തീയെന്ന് വെച്ചാൽ എന്താ പറയാ, തീ പൊയ്ക്കാന്നൊക്കെ പറയും, വേറെ വാക്കുണ്ട്. അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കും നമ്മൾ. ഇത് ഗന്ധകം കത്തുന്ന തീ പൊയ്ക പറയുന്നത്, അല്ലേ? എന്നറിയാമോ? തീ പൊയ്ക, തീ കൊണ്ടുള്ള പൊയ്ക, അതിൽ എന്തിട്ട് കത്തിക്കുക? ഗന്ധം കൂടി കത്തിച്ചിട്ടിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. എന്താണെന്നറിയാമോ? ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു വിടുക. ഡീറ്റെയിൽ സ്റ്റഡിയെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴും കർത്താവ് വന്നില്ലെങ്കിൽ പഠിക്കാം, അല്ലേ? എന്നറിയാമോ? നോക്കിയേ, സ്കിൻ കണ്ടോ? ഈ സ്കിൻ കണ്ടോ നിങ്ങൾ? ഇതിന്റെ സുഖത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഓടുന്നത്. ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്. ഈ കാണുന്ന സുഖത്തിന് വേണ്ടി, സ്കിന്നിന്റെ തൊലിയുടെ സുഖത്തിന് വേണ്ടി. ഗ്രഹിച്ചോ നിങ്ങള്? ഈ കാണുന്ന സ്കിന്നിന്റെ ഏത് പാവമാകട്ടെ, ഈ കാണുന്ന സ്കിന്നിന്റെ തൊലിയുടെ സുഖത്തിന് വേണ്ടിയാ നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. മനസ്സിലായോ? ആ സുഖം അന്ന് തികച്ചു തരും കർത്താവ് നമുക്ക്. എന്നറിയാമോ? വീട്ടിൽ പോയിട്ട് കുറച്ച് ഗന്ധം കൊടുക്കുക, തീയിലേക്ക് ഇടുക, കൈയൊന്ന് പൊള്ളിക്കുക. നിങ്ങൾ ദൈവതീ എതേക്കരുത്, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്തിരി തീ കത്തിച്ചിടുക, ഒത്തിരി ഗന്ധവും ഇടുക, നീ കൈയൊന്ന് പൊള്ളിച്ചോ, ജന്മം തുടങ്ങത്തില്ല.
കാരണം നീറ്റണമെന്ന് പറഞ്ഞാൽ നീറിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് ഈ സുഖത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെ വിളിച്ച ഒരുത്തൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ശരീരം അവൻ വിലക്ക് വാങ്ങിയിരിക്കുക. നമ്മുടെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരമാണിത്. അവന് വേണ്ടി കൊടുക്കാൻ, അതോടെ 1 Corinthians 6 ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കും നമ്മളെ. വ്യഭിചാരങ്ങളും മറ്റ് അല്ലേ ലൈംഗിക അശുദ്ധികളൊക്കെ നമ്മുടെ ശരീരം മറ്റ് പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം അറിയണം, ഈ സുഖം, ഈ തൊലിയുടെ ഈ സ്കിന്നിൻ സുഖത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന് ചെയ്യുമ്പോൾ ഒരല്പനിമിഷ താൽക്കാലിക ഭോഗം, മോശ പറഞ്ഞു, ഞാൻ പറയുക, ഒരു താൽക്കാലിക ഭോഗം നമുക്ക് കിട്ടും. പക്ഷേ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ ഗന്ധകം കൂടി കത്തിക്കുന്ന തീപ്പോയിലേക്ക് ഇടും. ഒരിക്കലും ആ സ്കിന്നിന്റെ ആ വേദന മാറത്തില്ല, പൊള്ളി നിൽക്കും. ഞാനത് ഇപ്പം തൽക്കാലം വിടുകയാണ്. രാത്രി ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമുണ്ട്, അത് കഴിക്കുന്നേ നിൽക്കത്തില്ല നിങ്ങൾ, അതുകൊണ്ടാണ് ആ ഭക്ഷണം വേസ്റ്റ് ആകും. ഇല്ലെങ്കിൽ ഞാൻ വിടുകയാണ്. 2 ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്ന് നമ്മൾ എടുത്തോളാം, കുഴപ്പമില്ല. ഒന്നും അറിയാത്തവനെ പോലെയല്ല ഇവിടെ കയറി നിൽക്കുന്നത്. എല്ലാം നല്ലവണ്ണം കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനീ പ്രസംഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കൊരു ഓഹരി ഉണ്ട്. എവിടെയാ ഓഹരി? ആ സ്ഥലത്ത്. ആ ഓഹരി അവർക്ക് ഫ്രീ ആയി കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവരാജ്യം അവകാശമാക്കാൻ അവസരം കിട്ടിയിട്ട് അവസരമാക്കാതെ പോകുന്നവർക്ക്, ഈ പറഞ്ഞ കൂട്ടർക്ക് ഒരു ഓഹരിയുണ്ട്. അത് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യുമാ. അതിന്റെ പേരാ സെക്കൻഡ് ഡെത്ത്, 2ാം മരണം, ദേഹിയുടെ മരണം അല്ലെ. ഉൽപ്പത്തി 2:17 ആത്മാവിന്റെ മരണം സംഭവിച്ചു. ഇപ്പോൾ നമുക്ക് ശരീരത്തിന്റെ മരണം സംഭവിക്കും. ഒരു ദിവസങ്ങൾ നമ്മളൊക്കെ പ്രായം കൂടുന്നോറും അങ്ങനെ ബലം പിടിച്ച് ആരും ഇരിക്കണ്ട ഉള്ള കാര്യം അങ്ങനെ അല്ലേ, മസിലങ്ങ് വിട്ടിട്ടിരുന്നോ അല്ലേ? എത്രയൊക്കെ പറഞ്ഞാലും റോമർ 8:10 പറയുക, ശരീരം പാപനിമിത്തം മരിക്കണം. അത് മരിക്കണം. അപ്പൊ ആത്മാവായി, സ്പിരിറ്റായി, നമ്മുടെ ബോഡിയായി, നമ്മുടെ സോളും കൂടി മരിക്കണം. സെക്കൻഡ് ഡെത്ത് എന്ന് പറയുന്നത് അതിന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പഠിക്കും. അതോടുകൂടിയ മനുഷ്യന്റെ ഈ പൂർണ്ണമായ വേർതിരിവ് ദൈവത്തിന് എന്നേക്കുമായി അകന്നു പോകുകയാണ്. പേടിച്ച് ഒന്നും പോയിട്ടില്ലല്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ചെന്നൈയിൽ ക്ലാസ് കേട്ടിട്ടാ ജനങ്ങൾക്ക് ഞാൻ പറയുക, ഞങ്ങൾ പോരാൻ നോക്കിയിട്ട് വിടുന്നില്ല. അവർക്ക് വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഇഷ്ടം പോലെ പുറത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വചനത്തിന് വേണ്ടി കൊതിക്കുന്നവർ. അപ്പൊ എന്ത് പാകട്ടെ, എബ്രാഹിം 6:12 പറയാം, ഈ വചനം എന്നാൽ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം, ഏതാ നമുക്ക് വെച്ചിരിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുവാൻ, പൂർണ്ണനിശ്ചയം പ്രാപിക്കുവാൻ, ആ ലക്ഷ്യം പ്രാപിച്ചെടുക്കുവാൻ അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാ ഉത്സാഹം കാണിക്കേണ്ടത്? ആ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പിടിക്കാൻ വേണ്ടിയാണ്. ഇന്ന് അല്പമായിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ മുഖാമുഖമായി അറിയുന്നൊരു ദിവസം വരും. അതുവരെ അവന്റെ വചനത്തിൽ ഉറ്റുനോക്കി എവിടെയെങ്കിലും കുറവുണ്ടോ ഇതൊക്കെ ചോദിച്ച് അല്ലേ, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നത് തെറ്റ് പറ്റിയേക്കാം. നമുക്ക് അറിവില്ലല്ലോ നമുക്ക്. കാരണം ഇതേ വേറൊരുത്തൻ ഇവിടെയുണ്ട്, ജഡം ഇവിടെയുണ്ട്. അവൻ നമ്മളെ ഏത് വിധത്തിലും ചതിക്കും, പേക്കിനാവ് നൽകിയും അല്ലേ മറ്റ് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ദുരുപദേശങ്ങൾ നൽകി നമുക്ക് നമ്മുടെ പഴയ മനുഷ്യൻ ചതിച്ചു കളയും. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആത്മീയന്മാർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തെറ്റുപറ്റാൻ ഇടയുണ്ട് നമുക്കൊക്കെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാണെന്ന് വിചാരിക്കും നിങ്ങൾ. അതുകൊണ്ട് ആ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ. ആരുടെ അനുകാരിയാക്കേണ്ടത്? തോറ്റുപോയവരുടെ അല്ല. എബ്രാഹിം ലേഖനത്തിലൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ നയിക്കുന്നവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി അവരെ കീഴ്പ്പെട്ടിരിക്കാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്. ലോകത്തിൽ ഇഷ്ടം മത്തായി 24 പറയുന്നുണ്ട്, അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും, എൻ്റെ പേരെടുത്ത് നിങ്ങൾ തെറ്റിക്കും. അവരെ അനുകരിക്കാനല്ല ഞാൻ പറയുന്നത്. ആത്മീയമായ ദൈവത്തെക്കുറിച്ച് അറിയുന്ന, ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ദർശനമുള്ള അവരെ അനുസരിച്ച് ജീവിക്കുക. അവിടെ പറയുന്നത് അല്ലേ, അവകാശമാക്കുന്നവരെ അനുകാരികൾ. ആ പ്രത്യാശത്തിന് വേണ്ടി, ആ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, അധ്വാനിക്കുന്നവർ. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരുടെ പുറകെ പോയ വീണുപോകും സഹോദരങ്ങളെ. പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് തുറന്ന് കേട്ടാൽ മതി. നമ്മൾ ഏത് വഴി കൂടി പോകണം നമുക്ക് അറിയത്തില്ല. ചിലവരെ പ്രസംഗങ്ങൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പ്രസംഗമാണെങ്കിൽ നമ്മൾ അപ്പാടെ ഹൃദയത്തിലേക്ക് എടുക്കും. അത് മതി നമ്മുടെ നാശത്തിന്. ഞാൻ അത്രക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. വളരെ ഡേഞ്ചറാ ക്രിസ്ത്യൻ ജീവിതം. കാരണം നമുക്ക് പുതിയ നിയമത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഒരു ടെസ്റ്റ് വെച്ചു. ഉൽപ്പത്തിയിൽ ടെസ്റ്റ് വെച്ചു, മനസാക്ഷി യുഗത്തിൽ വെച്ചു, ന്യായപ്രമാണ യുഗത്തിൽ വെച്ച്, കൃപായുഗത്തിൽ വെച്ചു. 3 വർഷം, 3 വർഷം, 3 വർഷം പീഡനകാലത്ത് വെക്കും, 1000 ആണ്ടിലും വെക്കും. ദൈവം മനുഷ്യന് മുന്നിൽ ടെസ്റ്റ് വെച്ചിരിക്കുക. മനുഷ്യനെ ജനിപ്പിച്ച് ഭൂമിയിലേക്ക് ഇടുന്ന ദൈവം അവരെ ടെസ്റ്റ് വെച്ച് പരിശോധിച്ച്
അവർക്ക് ജയിക്കുന്നവന് കൊടുക്കും, തോക്കുന്നവനെ നരകത്തിലേക്ക് തള്ളിവിടുന്നു. ഇതാ ടെസ്റ്റ്. അതിനെക്കുറിച്ച് ആഴമായി പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്കുണ്ട്, പരീക്ഷ. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ടെസ്റ്റ്. നമ്മുടെ അകത്ത് വേറൊരു മനുഷ്യനുണ്ട്, പുറമെയുള്ള മനുഷ്യൻ, അല്ലേ ജഡ മനുഷ്യൻ നമ്മുടെ അകത്ത് വെച്ചിരിക്കുക. തെറ്റാനിടയുണ്ട് നമുക്ക്. എൻ്റെ കൂടെ ഉണ്ട് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ കൂട്ടരായി നമ്മൾ തീരണം. ശ്രദ്ധിച്ചു നോക്കി നമ്മൾ വചനം പഠിക്കുക. വചനം അറിയാത്തിടത്തോളം കാലം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞത്. കാരണം വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് തെറ്റു പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ. ഒരു കള്ളൻ ഒരു 100-ന്റെ ഒരു ബണ്ടിൽ നോട്ട് 100 നോട്ട് എടുത്ത് ഒരു ബണ്ടിലാക്കി എട്ടി അതിനിടയിൽ കള്ള നോട്ട് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ എണ്ണിയാണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ബാങ്ക് കൊണ്ടുപോയി അവിടെ ആ മെഷീനകത്ത് കയറ്റി അതങ്ങ് വിട്ട് കഴിയുമ്പോഴല്ലോ അത് കറക്റ്റായിട്ട് ആ മെഷീൻ പിടിക്കും ഇത് കള്ളനാണെന്ന് പറയും, അല്ലേ? ആ ഒരു നോട്ട് കള്ളനായിട്ട് എങ്ങനെ മനസ്സിലായി അത് കള്ളനോട്ടാണെന്ന്? അവർക്ക് ആ മെഷീൻ എങ്ങനെ മനസ്സിലായി അത് കള്ളനോട്ടാണെന്നും ബാക്കി 99 നല്ലതാണെന്നും ഒരു നോട്ട് കള്ളനോട്ടാണെന്നും എങ്ങനെ മെഷീന് മനസ്സിലായി? നമുക്ക് മനസ്സിലായില്ല. ഗാന്ധിയുടെ കണ്ണടമുണ്ട്, അല്ലേ? ഗാന്ധിയുടെ മൊട്ടത്തല കറക്റ്റാ, എല്ലാം കറക്റ്റാ. പക്ഷെ എങ്ങനെ മനസ്സിലായി അവർക്കത്? ആ മെഷീൻ എങ്ങനെ മനസ്സിലായത്? കാരണം ആ ഒറിജിനൽ 100 നോട്ടിന്റെ എല്ലാ കുത്തും കോമയവരെയും ആ മെഷീനകത്തുണ്ട്. ഒറിജിനൽ ഉള്ളത് കൊണ്ടാ ഡ്യൂപ്ലിക്കേറ്റ് വന്നപ്പോൾ പിടിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ഒറിജിനൽ വചനമില്ലെങ്കിൽ, സത്യമായ പഥ്യോപദേശം ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വന്നാൽ പിടിക്കാൻ കഴിയത്തില്ല. തെറ്റിപ്പോകും നമ്മൾ. ഈ ലോകം വേറെതാ. അവസാന നാളാ. അലറുന്ന സിംഹം പോലെ കറങ്ങി സിംഹം പോലെയാണ്ടോ, സിംഹമല്ല പോലെ. ഒരു സിംഹമേ ഉള്ളൂ, നമ്മുടെ അപ്പനാ. ഈ യഹൂദഗോത്രത്തിന്റെ സിംഹമാണ്. മറ്റു സിംഹമുള്ളൂ. ഇത് പോലെ കറങ്ങി നടക്കുക. ഇങ്ങനെ ആരെ വിഴുങ്ങേണ്ടു? സൂക്ഷിച്ചില്ലെങ്കിൽ, ഈ ഒറിജിനൽ നമ്മുടെ അകത്തില്ലെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിനെ പിടിക്കാൻ കഴിയത്തില്ല. ഗ്രഹിച്ചോ നിങ്ങള്? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് വാക്തത്വങ്ങളെ അനുകാരിയായി തീരണം. നമുക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടി ദൈവം വിളിച്ചിട്ട് അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആരും ഇല്ലാന്നും പറയാൻ പറ്റത്തില്ല. ഒരു എലിയോ പറഞ്ഞ പോലെ ഞാൻ പറയത്തില്ല. ഞാൻ മാത്രം നല്ലവനുള്ളൂ, അല്ലേ? പറഞ്ഞില്ലേ ഏലിയാവുകൊണ്ട്? യഹോവേ ഞാൻ മാത്രം ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീ അവിടെ മുണ്ടാതൊക്കെ ഇരുന്നാ മതി. എന്താ, നിന്നെപ്പോലെ 7000 പേരെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഈ തലമുറയിൽ ഉണ്ടെന്നേ, നമ്മൾ അറിയാത്തത് കൊണ്ട് അവരെ ഈ തലമുറയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കറതീർന്ന് കർത്താവിന് വേണ്ടി ജീവിച്ചു മരിക്കുന്നവർ, ഒരു പേരും പ്രശസ്തിയില്ലാത്തവർ, ഒരു പടത്തിലും ഒന്നിനും തല കൊടുക്കാത്ത കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് ഈ യുഗത്തിൽ, ഈ ഭൂമിക്കകത്ത്. എനിക്ക് നല്ലോണം അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് മറന്നു പോകരുത്. എന്നിട്ട് പറയാം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു വരിക. എന്തുവാകട്ടെ? വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം. ദൈവം നമ്മെ വിളിച്ചത് ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തി 26:18 പറയുക, എന്താ? അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരെ കണ്ണു തുറക്കണം. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അല്ലേ, ദൈവത്തെ അറിയാത്തവർ, അവരെ കണ്ണു തുറപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാത്രം എൻ്റെ നിങ്ങളുടെയുമാണ്. അത് ഏത് സുവിശേഷത്തിൽ കണ്ണു തുറക്കാൻ കഴിയുന്ന അറിയാമോ? മറ്റുള്ളവരെ കണ്ണു തുറക്കാൻ കഴിയുന്ന സുവിശേഷം ഈ ലോകത്തിൽ കേൾക്കുന്ന സുവിശേഷമല്ല. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് മാത്രമേ കണ്ണുകൾ തുറക്കാൻ കഴിയത്തുള്ളൂ. അതൊക്കെ പറഞ്ഞ് മനസ്സിലായി? ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് മാത്രമേ ഒരുവന്റെ കണ്ണുകളെ തുറക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് 2 കൊരിന്ത്യർ 4:4 പറയുക, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ പ്രഭുവായ പിശാച് വിശ്വാസികൾ നമ്മുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് പാപമോചനം, ഒന്നാമത് പാപമോചനം കൂട്ടണം. എന്നിട്ട് അടുത്ത വാക്യം, അവനിലുള്ള വിശ്വാസം എന്ത് ചെയ്യണം? വിശ്വാസത്താൽ വിശ്വസിക്കണമെങ്കിൽ, അല്ലേ, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും ഒരവകാശം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ഭൂമിക്കകത്തല്ല. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ഇവിടെയാണ് നിങ്ങളുടെ അവകാശമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഡിസംബർ 31 കിട്ടുന്ന ഏതെങ്കിലും വാഗ്ദത്ത, അല്ലെ, പ്രോമിസ് കാർഡിലാവട്ടെ, ഏതെങ്കിലും പ്രവാചകന്മാർ നിങ്ങൾക്ക് ദൈവം ഇവിടെ ഒരു വീട് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാറ് കാണിക്കുന്നു, അല്ലേ, ഒരു പ്ലെയിൻ, എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാ. അത്രക്കുള്ള കുഞ്ഞു മാവകൾ ആരും ഇവിടെ ഇല്ല.
വിശ്വാസത്തിൽ കുഞ്ഞുവാവയാണെങ്കിൽ അല്ലെ, ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ കുഞ്ഞാവയാണെങ്കിൽ അത് ദൈവം കാണിച്ചു തന്നേക്കാം. കുഞ്ഞുവാവയാണെങ്കിൽ വിശ്വാസത്തിൽ ഇവിടെയൊക്കെ എല്ലാവരും അല്ലേ, അത്യാവശ്യം കർത്താവിന്റെ വേല ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് എന്തുമാകട്ടെ. അതുകൊണ്ട് അങ്ങനെ വലിയ അങ്ങനത്തെ ദൈവത്തിന് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല അല്ലേ. ഇവിടെ ഇനിയുള്ളത് വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്തുകൊണ്ട്? നമുക്ക് അവകാശമുണ്ട്. എവിടെയാ? ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ, വിശുദ്ധന്മാരുടെ ഇടയിൽ. എവിടെയാ? ദൈവരാജ്യത്തിനകത്ത്. എനിക്കും നിങ്ങൾക്കും അവകാശം ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അപ്പന്റെ സ്വത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, പിന്നെ വരും നമുക്ക്, അകത്തെ മനുഷ്യന് നിങ്ങളുടെ അവന്റെ അപ്പന്റെ വീടായ ദൈവരാജ്യത്തിനകത്ത്, അപ്പന്റെ ഭവനമായ രാജ്യമായ ദൈവരാജ്യത്തിനകത്ത് ഒരു സ്വത്തുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഓഹരി തീയും ഗന്ധമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഷെയർ ഉണ്ട്, നമുക്കൊരു സ്വത്തുണ്ട്, ഒരു അവകാശമുണ്ട്. അതിവിടെയല്ല. വിശുദ്ധീകരിക്കപ്പെട്ടവർ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാ. നീതീകരണത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ, തേജസ്കരണത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹല്ലേലൂയ. നമ്മൾ എത്തും അവിടെ ചെല്ലുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലാണ് നമുക്ക് അവകാശമായിരിക്കുന്നത്. ഈ ലോകത്തിൽ ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല നമ്മളാരും, പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ദേഹിയുടെ രക്ഷ. രക്ഷയെക്കുറിച്ച് ക്ലാസ് തുടങ്ങുമ്പോൾ അത് എപ്പോഴും എടുക്കും നമ്മൾ. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീതീകരണവും, ദേഹിയുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധീകരണവും സാങ്ക്ടിഫിക്കേഷനും, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടും രക്ഷയ്ക്ക് വേണ്ടി ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണവും, ഈ 3 ലെവലിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ നിത്യമായ രക്ഷ പ്രാപിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലാണ് എനിക്കും നിങ്ങൾക്കും അവകാശമുള്ളത്. ആ അവകാശം പ്രാപിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രഹിച്ചോ? ഹല്ലേലൂയ. ഇന്നൊരു പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. പോരാട്ടമില്ലാത്ത ഒരുത്തരും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ അധിപതികളോടുമാണ്. ഈ ലോകത്ത് നമുക്ക് പോരാട്ടമുണ്ട്. നമ്മളൊന്ന് പേടിച്ചിരിക്കുക. അവൻ നമ്മൾക്ക് പോരാട്ടമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കുക. ഇനി ഒരു കെട്ടുണ്ട്, പൂട്ടുണ്ട്, ബന്ധനമുണ്ട്, പോരാട്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കുക. സത്യത്തിൽ വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളതോ. പോരാട്ടമില്ലാത്ത ഒരുത്തരും, പോരാടാൻ കഴിവില്ലാത്ത ഒരുത്തരും മിനിസ്ട്രിയിൽ ഉയരാൻ കഴിയത്തില്ല. മിനിസ്ട്രിയിൽ ഉയരണമെങ്കിൽ മുന്നോട്ട് പോരാടി മുന്നോട്ട് പോകുന്നവർക്ക് കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരാൻ കഴിയത്തുള്ളൂ. ഗ്രഹിച്ചോ ഞാൻ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ നമുക്ക് എന്തുണ്ട്? അവകാശം പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒന്നാമത് അവരുടെ കണ്ണു തുറക്കണം. ഏത് കണ്ണാ? എന്താ അല്ലേ? എന്താ ചില ആൾക്കാർ പറയാറില്ലേ, നിങ്ങളുടെ അകത്തെ കണ്ണ് തുറന്ന് നോക്ക് ബ്രദറെ എന്നൊക്കെ പറയാറില്ലേ? എന്താ അകത്തെ കണ്ണ് പറയാറില്ലേ? ബ്രദറെ അകത്തെ കണ്ണ് തുറന്ന് നോക്ക് ബ്രദറെ എന്നൊക്കെ പറയാറില്ലേ? എന്താ അകത്തെ കണ്ണ്? കൺഫ്യൂഷൻ ആയി മൊത്തത്തിലല്ലേ, കൊളവൊക്കുന്നല്ലേ അല്ലേ? നമ്മൾ പറയാറുള്ള ആൾക്കാർ പറയാറില്ലേ, ഇഷ്ടം പോലെ കേട്ട് കാണാം നിങ്ങൾ. അകത്തെ കണ്ണ് തുറന്ന് നോക്ക് ബ്രദറെ. എവിടെ എന്ത് കണ്ണായിരിക്കുന്നത് അകത്തെ കണ്ണ്? നിങ്ങൾക്കുണ്ടോ അകത്തെ കണ്ണ്? എനിക്കില്ല. പറ, ഇതകത്തെ കണ്ണ്. പിന്നെ എടുത്തോളാം, ഒറ്റവാക്കി പറഞ്ഞു വിടുകയാ. വിശ്വാസം. കറക്റ്റ് വാക്യം, വിശ്വാസം. അതാണ് നമ്മുടെ കണ്ണ്. ഞാൻ പറഞ്ഞ മനസ്സിൽ ഗ്രഹിച്ചോ? വിശ്വാസം എന്ന അകക്കണ്ണ്, അവന്റെ വചനത്തിലുള്ള വിശ്വാസം. പ്രവാചകന്മാരുടെ അല്ല, ദൈവം പറഞ്ഞ വചനത്തിലുള്ള വിശ്വാസം കണ്ണ് നോക്കുന്ന പരിപാടിയാ അകത്തെ കണ്ണെന്ന് പറയുന്നത്. അപ്പൊ എന്തോ ആകട്ടെ, അവരെ കണ്ണ് തുറക്കണം. രണ്ടാമത്, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അവരെ കണ്ണു തുറക്കണം. കണ്ണു തുറക്കണമെങ്കിൽ ദൈവരാജ്യത്തിലെ വചനമല്ലാതെ മറ്റൊന്നും നടക്കത്തില്ല. 2, അവരെ ഇരുളിൽ നിന്ന് എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഉത്തരവാദിത്തമാ. ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം കർത്താവിന്റെ വേലക്കാർ തന്നെ, എനിക്കറിയാം. ഹല്ലേലൂയ. ഈ പറഞ്ഞ വാക്കൊക്കെ നമുക്ക് വേണ്ടിയാ. നമ്മൾ ആദ്യം ജനങ്ങൾക്ക് പാപമോചനം കൊടുക്കണമെങ്കിൽ വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒരു അവകാശമുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കണം അവർ. നമ്മൾ ഹല്ലേലൂയ. നിങ്ങളെ കാത്തൊരു പിതാവ് അവിടെയുണ്ട്. പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്കൊരു ഭവനമുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതറിയുമ്പോഴാ അവരെ കണ്ണു തുറക്കത്തുള്ളൂ. അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരെ കണ്ണു തുറക്കത്തില്ല. ഒരുപക്ഷെ തുറന്നതായിട്ട് പിശാച് കാണിച്ചു കൊടുക്കും. തുറന്നതായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സഭയിൽ വന്ന് വെള്ളേക്കൂടെ വന്നിരിക്കും. പക്ഷെ ഇല്ല, ചതിയ വഞ്ചനയത്. നിത്യതയെക്കുറിച്ച് ലക്ഷ്യമില്ല, ആ അവകാശത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഒരു പരിധി വരെ രക്ഷിക്കപ്പെടാത്തവരാ.
എന്ന് അവിടെ വിട്ടുപോകുക. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണു തുറന്നിട്ട് അവരെ എന്ത് ചെയ്യണം? ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിക്കുന്നു. ഇത് നമുക്കുള്ളതാ. പൗലോസിനെ മാത്രമല്ല, പൗലോസിനെ മാത്രം എന്നെയും നിങ്ങളെ വിളിച്ചത് അതിനു വേണ്ടിയാ, ജനത്തിനെ കണ്ണു തുറക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒരവകാശത്തെ കുറിച്ച് പറഞ്ഞ് നമ്മളും അവകാശമാക്കി എടുക്കുന്നതൊപ്പം തന്നെ അവരെയും അതിന് പ്രാപ്തരാക്കുകയാണ്. ഗ്രഹിച്ചോ ഇല്ലയോ? എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞത്? ഇല്ല അല്ലേ? എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്കറിയാം ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന വാക്കുകൾ ഏതാണ്ട് ഇത്രയും വാക്കുകൾ, ഈ ബാക്കി കാണുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ഇത്രയും വാക്കത്തോളം ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് ഒളിഞ്ഞും മറിഞ്ഞും, നേരെയില്ല, നമുക്ക് ഒളിഞ്ഞും മറിഞ്ഞും കണ്ടാൽ ഉണ്ടായേക്കാം. ഗലാത്യർ 5:11 പറയുന്നത് ദ്വന്ദ്വപക്ഷം, ഭിന്നത. ഈ വാക്കൊക്കെ അല്ലേ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ് നമുക്കല്ലേ. ദ്വന്ദ്വപക്ഷം ആരും കേട്ടിട്ട് പോലുമില്ല. ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയായി ഇല്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. അപ്പൊ ഈ പുള്ളിക്കാരന് ഇത് മാത്രമേ പറയാനുള്ളൂ അല്ലേ? നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം അല്ലേ? ഈ പാവപ്പെട്ട ഈ ദാസന്മാർ പറയുമ്പോഴാണ് പ്രശ്നം. ഇവരൊക്കെ മുമ്പേ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ എന്താ വിധിക്കാൻ തക്കവണ്ണം ഒരുവരില്ലേതൊക്കെ കാറാതെ തീർന്ന് ചോദിക്കുന്ന എന്ത് വാക്യമാണെന്നറിയാം അതൊക്കെ അല്ലെ? ദൈവത്തെ അറിയുന്ന അധികാരമുള്ള ആത്മീയ അധികാരം ഒരുവൻ പോലും ഇല്ലെന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നത് എത്ര പൗലോസിന്റെ വാക്കൊക്കെ എത്ര ഷാർപ്പാണെന്നറിയാമോ? അപ്പൊ എന്തുവാകട്ടെ, ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുക. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഈ വക പ്രവർത്തിക്കുന്നവരെ എന്തുവാകട്ടെ നമുക്കത് അറിയാം. 1 Corinthians 15:9 പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ സഹോദരന്മാരെ, മാംസം, ഏതാ മാംസരക്തങ്ങൾ? ആരാ? നമ്മുടെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, രക്ഷിക്കപ്പെടാത്ത അമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, ചത്തുപോയ വല്യമ്മച്ചി അല്ലേ? ഏതാ മാംസരക്തങ്ങൾ? ആരാ പറ? ആരാ മാംസ രക്തങ്ങൾ നിങ്ങളുടെ? രക്ഷിക്കപ്പെടാത്തവരോ? ആരാ? ഇവിടെ പറയുന്നു സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല അല്ലേ? ഈ ആരാ മാംസരക്തങ്ങൾ? നമ്മുടെ രക്ഷിക്കപ്പെടാത്ത ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, അതാണോ? അല്ല, ദേ ഈ സാധനം അല്ലേ? തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ള വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാംസരക്തം എന്ന് പറയും ഈ കാണുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ, നമ്മുടെ ആദാമിന്റെ സന്തതി, പാപത്തിൽ വീണ സന്തതി അല്ലേ? അവനെ കുറിച്ചാണ് പറയുന്നത്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഒന്നറിയണം, നേരത്തെ പഠിച്ചതുപോലെ 2 ജനനം നമുക്കുണ്ട്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ബർത്ത്, നമുക്ക് ആ സാധനം പറഞ്ഞത് അല്ലേ? അവൻ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരുപക്ഷെ സഭ പണിയുവാൻ വേണ്ടി, കെട്ടിടം പണിയാൻ വേണ്ടി നമുക്കല്ലേ ഒരു സ്ഥലം മേടിച്ച് കൊടുത്തിരിക്കാം. 2-3 സഭകൾ പണിത് കൊടുത്തിരിക്കാം. സഭയിൽ ടൈലിട്ട് കൊടുത്തിരിക്കാം. സഭയിൽ ഫാൻ മേടിച്ചു കൊടുത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഞാൻ സ്ഥിരം കാണുന്നതാ, ഞങ്ങളൊക്കെ സ്ഥിരം കാണുന്നതാ. അതൊക്കെ വളരെ മനസ്സിലായി. മാംസരക്തങ്ങൾ ഈ കാണുന്ന പുറമെയുള്ള മനുഷ്യന് ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട്. അപ്പൊ ഇതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കകത്ത് വീണ്ടും ജനിച്ച ഒരു പുതുമനുഷ്യനുണ്ട് നമ്മുടെ അകത്ത്. അവനെ ഫോക്കസ് ചെയ്ത് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ. വേണ്ടേ? അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം. അവനെ ഫോക്കസ് ചെയ്ത് അവന് വേണ്ടി പിന്നെ ഫോക്കസ് ചെയ്യണം നമ്മൾ. മറ്റു എന്താണെന്നറിയാമോ? കൊല്ലാൻ വേണ്ടി. കൊല്ലണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആരെയും കൊല്ലാൻ പാടില്ല. കൊലപാതകന്മാരാരും ദൈവരാജ്യം. ഞാൻ പറയുന്നു, നിങ്ങൾ കൊന്നോ. പൗലോസ് പറഞ്ഞു കൊല്ലാൻ പാടില്ല. ഞാൻ പറഞ്ഞു കൊന്നോ. ഏതിനെ ആയിരിക്കണം? നമ്മുടെ ജഡയിച്ഛകളെ, ലോകമോഹങ്ങളെ, സകലത്തെ കൊല്ലുവാൻ. ജഡത്തെ കൊല്ലുക, സ്വയത്തെ ത്യജിക്കുക, പിശാചിനെ ശാസിക്കുക അല്ലേ? നമ്മൾ അതിലേക്ക് മാറ്റപ്പെടുക എന്നുള്ളതാണ്. 1 Corinthians 6:10 പറയുന്നു, അന്യായം ചെയ്യുന്നവർ
പക്ഷെ വിഷയം അന്യായം ചെയ്യുന്നതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പറയും എല്ലാം നീതിയാണെന്ന് പറയും, ന്യായമാണെന്ന് നമ്മൾ പറയും. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഇരിപ്പും നോട്ടോ ഭാവവും നടപ്പും അല്ലെ കിടപ്പും കൊടുക്കൽ കണ്ട അല്ലെ ദശാംശം കൊടുക്കുന്ന കണ്ട നമ്മളാണ് 100% തികഞ്ഞവരായിട്ട്. ഇവിടെ പറയുന്ന അന്യായം ചെയ്യുന്നവർ, പക്ഷെ നമ്മുടെ മനസ്സ് പറഞ്ഞു കളയും നീ ന്യായമാ ചെയ്തത് അല്ലേ. ഇതൊക്കെ വളരെ വിവേചിച്ചുകൊണ്ട് ഞാൻ പറയാ, നമ്മുടെ കർത്താവിന്റെ വചനത്തിന് മാത്രമേ നമ്മളെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ. അവന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ അന്ത്യത്തോളം ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ വഴിയാത്ത് നാം വീണുപോകും സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അന്യായമാണെന്ന് അറിയണമെങ്കിൽ ന്യായം എന്താണെന്ന് ആദ്യം അറിയണം നമ്മൾ, അല്ലേ? അനീതി എന്താണെന്ന് അറിയണമെങ്കിൽ നീതി എന്തെന്ന് അറിയണം നമ്മൾ. അതുകൊണ്ട് രാജ്യവും നീതിയും ആദ്യം മുമ്പേ അന്വേഷിപ്പാൻ കർത്താവ് നമ്മൾ പറഞ്ഞത്. അതറിയാതെ ഈ സൺഡേ മാത്രം വന്ന് ഈ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറാകുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ചന്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമാൻ തുടങ്ങും അല്ലേ. അത് തന്നെ അങ്ങ് കഷ്ടപുഷ്ടിയാ. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ നിത്യം അറിയാൻ കഴിയും? നമുക്ക് അതിനാ ബൈബിൾ ക്ലാസ്സുകൾ, നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ അതിനുവേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ദൈവത്തെ അറിയാൻ വേണ്ടി, അറിയേണ്ടതുപോലെ അറിയുവാനായിട്ട്. ആ ന്യായം ആ നീതി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ദൈവരാജ്യം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പോയി ഈ ആയുസ് കർത്താവിന് വേണ്ടി ഓടിയതും ചാടിയതൊക്കെ വൃതയായി പോകും. 8 നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി പ്രവേശിച്ചു വീര്യപ്രവൃത്തി ചെയ്ത് കർത്താവ് പറയും ഞാൻ നിങ്ങൾ ഒരു നാള് പറഞ്ഞിട്ടില്ല. ആ വിളി അന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയായി ഇന്ന് ഈ തൊണ്ടകേറി വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ സ്വർഗം അറിയണം. അറിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ എല്ലാ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം ഏതൊക്കെ ആവട്ടെ, സ്വർഗം അറിയാത്തത് ഒന്നുപോലും എന്റെയും നിങ്ങളുടെയും പുസ്തകത്തിൽ കാണരുത്. അവൻ അറിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ പറയും ഒരു പാപം വന്നാൽ പോലും അറിയണം അവൻ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അതാ പറഞ്ഞത് ഞാൻ പറയാതെ വിഴുങ്ങിക്കളയുന്ന പലപ്പോഴും അതുകൊണ്ടാണ്. ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മറച്ചു വെക്കാതെ അറിയണം അവനത്. മർമ്മ മനസ്സിലായി ഞാൻ പറഞ്ഞത്. ആദം മറച്ചു വെച്ചു. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. ഈ ഒരു ജീവിതത്തിൽ പാവം വെളിപ്പെട്ട് വന്നുപോയി, വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. വന്നാൽ പോലും അവൻ അറിയണം എന്റെ കർത്താവേ വന്നുപോയി, ഇതാ ഞാൻ സമ്മതിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ. അതുപോലും സ്വർഗം അറിയണം. ഞാൻ ഈ പറയുന്നതൊക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഓരോ വാക്യം ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിപ്പാതിരിപ്പൻ. ഈ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് അറിയാമോ? നമ്മൾ തന്നെയാ. പാസ്റ്റർ അല്ല ചതിക്കുന്നത്, അല്ല വിശ്വാസികളല്ല ചതിക്കുന്നത്, ഭർത്താവോ ഭാര്യയോ അല്ല നമ്മളെ ചതിക്കുന്നത്, ഞാൻ തന്നെയാ എന്നെ ചതിക്കുന്നത്. എൻ്റെ മനസ്സ്, എൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ട് ഞാൻ പണിതെടുത്തിരിക്കുന്ന എൻ്റെ മനസ്സ്, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും കൊണ്ട് ഞാൻ പണിതുണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രിസ്തുവകത്തുണ്ട് എനിക്ക്. കർത്താവേ അല്ലേ, ദൈവം നിന്നോട് ചോദിക്കണമെന്നൊക്കെ പറയല്ലോ. നമ്മളെ നമ്മളെ വഴക്ക് പറയുമ്പോൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, നിന്ന് ദൈവം ചോദിക്കണം എന്ന് പറയുന്ന നമ്മുടെ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്തു. ഞാൻ പറയുമ്പോൾ തല്ലാനും, ഞാൻ പറയുമ്പോൾ കൊല്ലാനും അയക്കപ്പെടുന്ന ക്രിസ്തു. പണ്ട് എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാള്. വിളിച്ചു വരുത്തുവായിരുന്നു ഞങ്ങള് കുട്ടിച്ചാത്തനെ. കാനായി മഠത്തിലെ കുട്ടി, ഞാൻ അവിടുത്തെ മെമ്പറാ. നിങ്ങളൊന്നും ഉദ്ദേശിച്ച പുള്ളിയല്ലേ ഞാൻ. കാനാടി മഠത്തിലെ മെമ്പറായിരുന്നു ഞാൻ. കുട്ടിച്ചാത്തനെ വിളിച്ചു വരുത്തുമായിരുന്നു എൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടി. കൊടുക്കേണ്ടത് കുപ്പി, കള്ള്, പരിപ്പോട, ചിക്കൻ. ഞങ്ങൾക്ക് ഒരു പണ്ട് പോകുമായിരുന്നു. ഇത് കൊടുത്താൽ കറക്റ്റായിട്ട് രാവിലെ നേരം വെളുക്കുമ്പോൾ പരിപാടി നമുക്ക് കിട്ടിയിരിക്കും, വർക്ക് ഒക്കെ കിട്ടിയിരിക്കും. ദൈവജതി ചെയ്തേക്കല്ലേ ദൈവത്തിന്റെ മക്കളെ. ഞാൻ ഈ പറയുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് നമ്മൾ തന്നെയാ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. നമ്മൾ തന്നെയാണ് നമ്മളെ വഞ്ചിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രിസ്തുവിനെ മാറ്റിയിട്ട് യഥാർത്ഥമായ ദൈവജനം നമ്മുടെ അകത്ത് വാഴട്ടെ. യഥാർത്ഥ സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ വഞ്ചിച്ചു കളയും. നമ്മൾ വലിയ പുള്ളിയാ, ഞാൻ തികഞ്ഞവനാന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഞ്ചിച്ച് എന്നിട്ട് പറയും നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗം ചെയ്യുന്നവർ, അല്ലേ? അതുപോലെ പാവമല്ലെന്ന് രോഗം പറയുക. പക്ഷെ പാവമാണെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, അല്ലേ? സ്വയംഭോഗം ചെയ്യുന്നത് പോലും പാപമാണ്. അതുപോലും ഈ ദൈവരാജ്യം അവകാശമാക്കില്ല. മാസ്റ്റർബേഷനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലും ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് കൃതകൃത്യമായി എഴുതി വെച്ചിരിക്കുക. ലോകം പറയുന്നതും അനേക ദൈവദാസന്മാർ അതിന് കൂട്ടു നിൽക്കുന്നുമുണ്ട്. ഗ്രഹിച്ചു നിങ്ങൾ? അതുകൊണ്ട്
പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവൃഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല. അവകാശമാക്കുന്നവരുടെ അധികാരികളായി തീരണം നമ്മളെല്ലാവരും. ഹല്ലേലൂയ. ഈ ലോകത്ത് ത്യജിച്ച് ജഡയിച്ചകളെ വെറുത്ത് ജീവിച്ചു മരിച്ച ഒരു കൂട്ടം ഭക്തന്മാരോട് നമ്മൾക്ക് മുമ്പിലുണ്ട്. അവരായിരിക്കണം നമ്മുടെ മാതൃക. ഹല്ലേലൂയ. ഈ ലോകത്ത് തിളങ്ങുന്നവരായിരിക്കണം നമ്മൾ. ഈ ലോകത്ത് തിളങ്ങുന്നവർ നല്ലൊരു ശതമാനവും അവരുടെ അഭിഷേകത്തിൽ മാത്രം തിളങ്ങുന്നവരാ. ഞാൻ വരുന്നത് എപ്പോഴെങ്കിലും കർത്താവ് അനുവദിച്ചാൽ അഭിഷേകത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഇന്ന് ലോകത്തിൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ജനങ്ങൾ ഓടുന്നുണ്ട്. പക്ഷേ പ്രാപിച്ച അഭിഷേകത്തിന്റെ അപകടത്തെക്കുറിച്ച് ലോകത്തിൽ ആരോട് ക്ലാസ് എടുക്കുന്നില്ല. ഹി വാസ് അനോയിന്റഡ് കെരൂബ് എന്ന അവിടെ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എസ്കേലും യെശയ്യാവിലൊക്കെ അല്ലേ, ഹി വാസ്, ആ അഭിഷിക്തനായവൻ നരകത്തിലേക്ക് പോയി. എങ്കിൽ ഓർത്താ മതി, നമ്മളെ മേൽ ദൈവം പകർന്ന അഭിഷേകം എന്നെ നരകത്തിൽ വരെ കൊണ്ടുവത്തിക്കാനിടയുണ്ട്. ഞാൻ കൂടിപ്പോയാ പറഞ്ഞത്. കർത്താവരൻ സമയം, അതുകൊണ്ട് ഈ മറച്ചു വെക്കാൻ നേരമില്ല. അതുകൊണ്ട് വഞ്ചിക്കാതെ എന്നിട്ട് പറയാം, നിങ്ങളും ചിലർ ഈ വകക്കാരാകുന്നു. എന്ത് രസമുള്ള വാക്കാ. ആയിരുന്നു എങ്കിലും നിങ്ങൾ, അല്ലെ, ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങൾ തന്നെ കഴുകി ശുദ്ധീകരണവും നീതിയും പ്രാപിച്ചിട്ടുണ്ട്. ശരി തന്നെയാ. പക്ഷെ എന്നും അനേകർ എന്താ തന്നെയാണെന്ന് അറിയാമോ? ഇതേ പാപത്തിൽ കിടക്കുന്നവരാ. ഈ ജഡയിച്ചകളും ഈ പുരുഷകാമികളും വിഗ്രഹാരാധനകളും അല്ലേ ദുർനടപ്പിലൊക്കെ അനേകരും അറിയോ അറിയാതെയോ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ, ഇപ്പോഴും വഞ്ചിക്കപ്പെട്ട് കിടക്കുക ഇതേ പാവങ്ങളാൽ എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവരാജ്യം അവർ അവകാശമാക്കില്ല എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ ഇതിൽ നിന്ന്? നിങ്ങൾ ആലോചിക്കുക. അങ്ങോട്ട് ചെറിയ സംശയങ്ങൾ ഇടയ്ക്ക് ചോദിച്ചില്ലേ, ഇനി ഒരു 3-4 മിനിറ്റ് ബാക്കി നമുക്കുള്ളൂ. പറ, ഈ പറഞ്ഞത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? ചോദിക്കാം. കുറച്ച് 5 മിനിറ്റ് ബാക്കിയുണ്ട്. പാട്ടുകാരി പിള്ളേരെ കയറിക്കും കേട്ടോ. അടുത്ത ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീണ്ടും ജനം എങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്പമായിട്ട്. എന്നാൽ പോലും അത്രയും ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പഠിക്കാൻ പോവുക. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജനനമകത്ത് സംഭവിക്കുന്നത്. തോന്നലല്ല, നമ്മൾ തോന്നലൊന്നും അല്ല ഇത് സംഭവിച്ചത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. റോമർ 8 പഠിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പറയുന്നില്ലേ, നമ്മുടെ ആത്മാവ് എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്നോട് എന്താ പറയുന്നത്? എന്റെ ആത്മാവ് എന്നോട് എന്താ പറയുന്നത്? നീ ദൈവത്തിന്റെ, ആദ്യമായിട്ട് കേൾക്കണ പോലെ ഇരിക്കുന്നല്ലോ, നീ ദൈവത്തിന്റെ മകനെന്ന് ഓരോ സെക്കൻഡും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാ പറയുന്നത്, ആ വീണ്ടും ജനം എങ്ങനെയാ സംഭവിക്കുന്നത്, എങ്ങനെയാ അത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ വരും ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ ചോദ്യം, എന്തെങ്കിലും ഈ പഠിച്ച വിഷയത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനോട്. തെറ്റ് പറഞ്ഞാൽ ഇമ്പോസിഷൻ ഒന്നും ഉണ്ടാകത്തില്ല. എത്ര മണിക്കൂർ വേണമെങ്കിൽ രാത്രി നേരം വിളിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാ, ഒരാളാണെങ്കിലും. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സംശയങ്ങൾ? പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി വന്നായിരുന്നു. ഒരു വർഷത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെക്കാളൊക്കെ മൂത്ത വിശ്വാസി, അത് വേറെ കാര്യം. ഒരു വർഷത്തോളം കൂടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ലോകത്തിലെ വലിയ പഠിപ്പ് 5-8 ഭാഷകളൊക്കെ അറിയാവുന്ന വലിയൊരു പെൺകുട്ടിയെ വീട്ടുകാരൊക്കെ തള്ളിക്കളഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ നിർത്തി. ഒരു വർഷത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു ഡയറി ഞങ്ങളുടെ കൂടെ നിർത്തി. പിന്നെ ഡെലിവറൻസ് ക്ലാസ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡെലിവറൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കൂടെ നിർത്തി. സൗഖ്യമായി. അപ്പോൾ പുള്ളിക്കാരത്തിന് കല്യാണം കഴിപ്പിച്ചു. ഇന്ന് കുട്ടികളൊക്കെ ജീവിക്കുന്നുണ്ട്, സന്തോഷമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത്, അന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരു ഇത്ര ഡയറി നിറച്ച് വലിയ ചോദ്യങ്ങൾ മാത്രമാണ്. ലോകത്തിലെ ആരുടെയൊക്കെ പാസ്റ്റർമാരുണ്ടോ, പ്രവാചകന്മാരുണ്ടോ, അതിൻ്റെയൊക്കെ മുഴുവൻ ഫോൺ ഇന്ത്യയിൽ എല്ലാ രാജ്യത്തും എവിടെയൊക്കെയുണ്ടോ അത് എല്ലാത്തിൻ്റെയും ഫോൺ നമ്മുടെ പുള്ളിക്കകത്തയിലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഉണ്ട്. പക്ഷേ തളർന്ന് തരിപ്പണമായി ഒടിഞ്ഞു നുറുങ്ങി ആത്മീയ അധപ്പതനം സംഭവിച്ച് ഇതൊരു പേക്കോലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ കൂടെ ഒരു വർഷത്തുകൊണ്ടായി. ഞാൻ പറഞ്ഞത്, ആ ഡയറി മുഴുവനും ക്വസ്റ്റ്യനുകൾ, ഓരോരോ ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ആ ഒരു വർഷത്തിനുള്ളിൽ, 5-8 മാസത്തിനുള്ളിൽ ഓരോരോ ചോദ്യത്തിന് മറുപടി ടിക്കറ്റ് പുള്ളിക്കാരത്തി ഇന്ന് സ്കൂളുമായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രിയിലൊക്കെ ഒരുപാട് നാളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ യൂത്തിൻ്റെ ഈ കുട്ടികളുടെ ക്യാമ്പൊക്കെ നടത്തുന്ന മിനിസ്ട്രിയിലൊക്കെ പുള്ളിക്കാരത്തി ആക്റ്റീവാ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തെങ്കിലും ലാസ്റ്റ് ആ ഡയറി ഞങ്ങളുടെ മുമ്പിൽ കീറിക്കളഞ്ഞു. കാരണം ഒന്നും പറയാനായിട്ടില്ല. കാരണം മുഴു ചോദ്യത്തിനും കർത്താവ് ഉത്തരം കൊടുത്തു.
എത്രയോ അത്ഭുതമായി. ഇന്ന് കത്താൻ വേണ്ടി യൂത്തിനും മിനിസ്ട്രിയിലും കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ന്യൂ ലൈഫിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, വിട്ടോ എന്തൊക്കെയാണ് അവിടെ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഇല്ലേ? നമ്മളെ കാത്ത് താഴെ അല്ലേ ഫുഡ് ഇരിക്കുന്നുണ്ട്, ഉപദേശം ഇരിക്കുന്നത്. ഒരു പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കൊരു പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുത്ത്, അല്പം നേരത്തെയാണെന്ന് എനിക്കറിയാം, ും
ഹല്ലേലൂയ. കർത്താവിൻ്റെ സത്യോപദേശം ഇന്ന് നമ്മൾ കേൾക്കാൻ കൃപക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ വെളിപ്പാട് 27 അവിടെ അവിശ്വാസികളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനിടയായി. ഹല്ലേലൂയ. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുണ്ടായ സമുദായത്തിലുള്ളവരല്ല, പിന്നെയോ മറ്റുള്ള ജാതിപ്പെട്ടവരല്ല. എന്നാൽ യഥാർത്ഥ വിശ്വാസം, സത്യ ഉപദേശം ഹൃദയത്തിൽ ഗ്രഹിക്കാത്തവരാണ് അവിശ്വാസികൾ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഉപദേശം കേൾക്കുവാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപയാ. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ ഉപദേശം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിശ്വാസികൾ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടു പോകും. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, വിശ്വാസം എന്നത് നമുക്കറിയാം, ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നു, ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാ. ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും, അവൻ എനിക്ക് വേണ്ടി വീണ്ടും വരും, അവനെ പോലെയാക്കി സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. ആ സ്വർഗത്തിൽ എനിക്ക് വെച്ചിരിക്കുന്ന കാണാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഉറപ്പാണ് വിശ്വാസം. ഹല്ലേലൂയ. എന്നാൽ ആ വിശ്വാസത്തെ മോഹിക്കുന്നതിന് ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളെ നിശ്ചയമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ ഗൗരവത്തോടെ ചില ഉപദേശങ്ങളെ കാണേണ്ട സമയമാണ്. ഞാനിത് പറയുവാൻ കാരണം, നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം ഒരു ദൈവദാസൻ പറയുകയുണ്ടായി. ഹല്ലേലൂയ. അദ്ദേഹം കത്തോലിക്ക സഭയിൽ കടന്നു വന്ന അദ്ദേഹം അവിടുത്തെ വിഗ്രഹാരാധന മടുത്തിട്ട്, ദൈവത്വമില്ലായ്മയെക്കുറിച്ച് മടുത്തിട്ട് അദ്ദേഹം മറ്റൊരു സഭയിലേക്ക്, വീണ്ടും ജനിക്കപ്പെട്ട സഭയിലേക്ക് കടന്നുപോയി. ആ വീണ്ടും ജനിക്കപ്പെട്ട സഭയിലെ പാസ്റ്റർ അദ്ദേഹത്തെ പഠിപ്പിച്ച ഉപദേശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് കേട്ടു. എന്താണെന്ന് അറിയാമോ? അദ്ദേഹം വിശ്വാസികളെ കേട്ട് പുറത്തോട്ട് കൊണ്ടുവരും, എന്നിട്ട് 1 രൂപ പ്രാർത്ഥിച്ച് മന്ത്രം ചെല്ലും, എന്നിട്ട് വൈറ്റിലുള്ള ഗോൾഡ് സൂക്കിലേക്ക് ആഞ്ഞെറിയും 1 രൂപ. എന്തിനാണെന്നറിയാമോ? അതിനെ അവകാശമായി ചോദിപ്പാൻ. 1 രൂപ ഇട്ടിട്ട് ആരാണ്ട് പടത് വെച്ച 500 കോടിയുടെ സ്വത്ത് അവകാശമായി ചോദിക്കുന്ന ഒരു ഉപദേശ രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഈ കാലഘട്ടം നമ്മൾ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. എന്നാൽ നമ്മളെ പഠിപ്പിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ ആ ഉപദേശത്തിലേക്ക് മാറിപ്പോകും. നമ്മുടെ ഉള്ളിലുള്ള മോഹത്തെ നമ്മൾ ദൈവത്തെ വെച്ച് മേടിക്കുന്ന ഉപദേശത്തിലേക്ക് മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഉണർവ് ഇന്ന് അനേക സ്ഥലങ്ങൾ നടന്നുകൊണ്ട് നമ്മൾ ഉണർവിനെ കുറിച്ച് വാഴ്ച കേൾക്കും. അത് പരിശുദ്ധാത്മാവ് ഓരോ ദേശങ്ങളിലും കൊണ്ടുവരുന്ന ഉണർവുകളാണ്. എന്നാൽ ആ ഉണർവ് നമ്മുടെ ഹൃദയത്തിൽ വരണം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്? ഈ സത്യോപദേശം, ദൈവരാജ്യത്തിൻ്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനമിട്ട് നിറയുമ്പോഴാണ് യഥാർത്ഥ വ്യക്തിപരമായ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ വീണാൽ പിന്നെ ഒരു ശക്തിക്കും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇളക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഉപദേശത്തെ, ഈ ബൈബിൾ ക്ലാസ്സിനെ, വചന പഠനത്തെ എല്ലാവരും എന്ത് ചെയ്യണം? ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. എവിടെയാണെങ്കിലും മുടങ്ങാതെ വന്ന് ദൈവദാസന്റെ കീഴിലിരുന്ന് കേട്ട് പഠിച്ച് വിശ്വാസം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ കഴിയണം. ഹല്ലേലൂയ. മറ്റുള്ള ഉപദേശങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മോഹിക്കുന്ന ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളും നിശ്ചയവും പറഞ്ഞ് വരുന്നവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തള്ളിക്കളയുന്നവരായിട്ട് മാറി ആ ദൈവരാജ്യത്തിന്റെ ഉപദേശം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്ന് ഞങ്ങളോട് ദൈവദാസനോട് സംസാരിച്ച കൃപക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഈ ഒരു വചനം പഠിക്കുവാൻ, ഈ ഒരു ക്ലാസ്സിൽ ഇരിപ്പാൻ, ദൈവരാജ്യം കേൾപ്പാൻ തന്ന കൃപക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ആ ദൈവദാസൻ ഞങ്ങളുടെ അയച്ച കൃപക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. അങ്ങയുടെ കൃപ അധികമായി മകനിലൂടെ അടിയങ്ങൾക്ക് പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ കൃപ അധികമായി മകൾ നിറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അടിയങ്ങൾക്ക് തന്നെ ആത്മീയ വർധന പ്രാപിക്കാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവനായി അങ്ങയുടെ കരുണക്കായി കാത്തിരിക്കുന്നവരായി തീരുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവസ്നേഹത്തിൽ അടിയങ്ങളെ തന്നെ സൂക്ഷിക്കുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരും സമാധാനം ചരിച്ച് കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപക്കായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന് വരവരെ നമ്മളെല്ലാവരും പ്രത്യേകിച്ചും കർത്താവ് ദാസനും കുടുംബത്തോടും ഉണ്ടായിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജയന്തര ദൈവം ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ.